السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പറയുക കേൾക്കാതുപരി പറയുകയും കേൾക്കുകയും ചെയ്ത കാര്യം ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടം വരെ പറഞ്ഞത് സിനാനെ കഴിഞ്ഞ ക്ലാസ്സിൽ? ഖദീജ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ മക്കളെ കുറിച്ചിട്ട് പറഞ്ഞു. എത്ര മക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിലൂടെ ഉണ്ടായിരുന്നു? 6 പേര്. ആൺകുട്ടികൾ എത്ര പേര്? 2 ആളും. ഒന്നാമത്തെ ആൾ ഖാസിം, ആദ്യത്തെ കുട്ടി ഖാസിമാണ്. ഖാസിം എന്നവർ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു അല്ലേ. രണ്ടാമത്തെ ആൺകുട്ടി അബ്ദുള്ള, അവർ തന്നെയാണ് തൊയ്യിബും താഹിറും എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് തൊയ്യിബും താഹിർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? നുബുവത്ത് കിട്ടിയതിന് ശേഷം ജനിച്ചു എന്ന പ്രബല അഭിപ്രായം. അവരും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. അപ്പോഴാണ് ഖുറൈശികൾ നിബിധങ്ങളെ കളിയാക്കിയത്, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. പിന്നെ 4 പെൺമക്കൾ. അതിൽ സൈനബ് റളിയല്ലാഹു അൻഹയെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞു. റുഖയ്യ ബീവിയെക്കുറിച്ചും നമ്മൾ മറ്റ് ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അത് ലഭ്യമാണ്. പിന്നെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹു, പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള വൈവാഹിക ജീവിതം, ദാമ്പത്യ ബന്ധം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ പണ്ട് ഐഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞപ്പം ഐഷ ബീവിക്ക് മാത്രമുള്ള പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു. ഏകദേശം 8-9ഓളം പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞിരുന്നു, ബാക്കി ഭാര്യമാർക്കില്ലാതിരുന്ന. അങ്ങനെ നോക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട്, ബാക്കിയുള്ള ഭാര്യമാർക്കില്ലാതിരുന്ന പ്രത്യേകതകൾ. അതേതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രത്യേകതയാണ്. എന്താണ്? ഖദീജ ബീവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വിവാഹം കഴിച്ചത്. അത് അവർക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, വേറെ ആർക്കും ഇല്ലല്ലോ അത്. ബാക്കി എല്ലാവരും 2ാമതോ 3ാമതോ 4ാമതോ 5ാമതോ ഒക്കെയായിരുന്നു. ഐഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം 3ാമതാണ് വിവാഹം കഴിക്കുന്നത്. സൗദാ ബീവിയായിട്ട് അതിനു മുമ്പ് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് ഖദീജ ബീവിയാണ്. അത് ഒന്നാമത്തെ പ്രത്യേകത, അത് വേറെ ആർക്കും ഇല്ലാത്ത പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത അവ്വലു മൻ ആമന ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായിട്ട് വിശ്വസിച്ചത് അതാരാ? ഖദീജ ബീവി. അത് മുസ്ലിം ലോകം മുഴുവനും ഏകകണ്ഠേന അഭിപ്രായപ്പെട്ടവർ. അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, അലി റളിയല്ലാഹു അൻഹു അല്ല, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, അവരൊന്നും അല്ല. ഖദീജ ബീവിയാണ് ആദ്യമായിട്ട് നബിതങ്ങളിൽ വിശ്വസിച്ചത് എന്നുള്ളത് മുസ്ലിം ലോകത്തിൻ്റെ ഇജ്മാഉണ്ട്, ഏകോപനമുണ്ട്. അതിലാരും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല. എന്ന് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പേടിച്ചരണ്ട് ഹിറായി ഗുഹയിൽ നിന്ന് ജിബ്രീലിനെ കണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുമല്ലോ, ശേഷമുള്ള സംഭവങ്ങളിൽ പറയും. അപ്പോൾ നമ്മൾ 25 വയസ്സാകുന്നേ ഉള്ളൂ, ഇനി 40ാമത്തെ വയസ്സിലായത് നമ്മൾ പറയും. പേടിച്ചരണ്ട് ഖദീജ ബീവിയുടെ അടുക്കലേക്ക് വന്ന് എനിക്കെന്താ സംഭവിച്ചതെന്ന് തിരിയാതിരിക്കുമ്പം നബിതങ്ങൾക്ക് സമാധാനം പറഞ്ഞ്, ഒരിക്കലും അള്ളാഹു നിങ്ങളെ കൈവിടിയൂല, ഇത് ഒരു ജിന്നുബാധയല്ല, പ്രേതബാധയല്ല എന്ന് പറഞ്ഞ് നുബുവത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ അങ്ങോട്ടേക്ക് നബിതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലും ആരാ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കാലഘട്ടത്തിൽ ഖദീജ ബീവിയുടെ ഈ ഭാഗ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം ആലോചിച്ചാൽ മതി. ഒരു സമയത്ത്, അതായത് ആദ്യം നബിതങ്ങളിൽ വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. അതിനുശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ ഇവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ നബിതങ്ങളിൽ ഖദീജ ബീവി വിശ്വസിച്ചു. അതിനുശേഷം ഈ 3 പേര് വിശ്വസിക്കുന്നതിനിടയിൽ എന്തായാലും കുറച്ച് സമയമുണ്ടല്ലോ. ആ സമയത്ത് മുഴുവൻ ലോകത്തെ ഇസ്ലാമിൻ്റെ പകുതിയെ പ്രതിനിധീകരിക്കുന്ന ആളായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ, ഒരു സ്ത്രീ. അന്ന് ആരെയുള്ളൂ ആകെ മുസ്ലിമീങ്ങളായിട്ട്? 2 പേരേ ഉള്ളൂ യഥാർത്ഥ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന. പണ്ട് അഹ്ലി കിതാബിൻ്റെ ബാക്കി ഭാഗമായിട്ട് ജീവിക്കുന്നവർ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി യഥാർത്ഥ പ്രവാചകനിൽ വിശ്വസിച്ച, അവസാന പ്രവാചകനിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളായ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇസ്ലാം 2 പകുതി, അതിലൊരു പകുതിയെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാരായിരുന്നു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെയുള്ളൊരു ഭാഗ്യം കിട്ടിയ
ഭാഗ്യവതിയായ സ്ത്രീ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആ ഭാഗ്യം അവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, വേറൊരു ഭാര്യമാർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ആദ്യമായി വഹി കേട്ടത് ആരാ? ഖദീജ ബീവി. നമ്മൾക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഖുർആൻ ഓതാൻ പറ്റി, കേൾക്കാൻ പറ്റി, അതിൻ്റെ അഹ്ലുകാരാകാൻ പറ്റി. അത് നമുക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് ആ ഖുർആൻ ഓതി കേൾക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യം. അത് അതിനെക്കാട്ടി വലിയ ഭാഗ്യം. അത് ആദ്യമായി കേൾക്കാൻ വേണ്ടി ഒരാൾക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ്. അതാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയത്. ആദ്യമായിട്ട് വഹിയുടെ ശബ്ദം നബി തങ്ങളുടെ നാവിൽ നിന്ന് കേട്ടതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിലൂടെയൊക്കെ സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഇന്ന് മൊത്തവും പറയാൻ പോകുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്ത്രീയല്ല, മലക്കുകളിൽപ്പെട്ടവരല്ല, മലക്കുകളിൽ പെണ്ണുങ്ങളില്ല, അല്ലെങ്കിൽ അള്ളാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യേകം പടച്ചുണ്ടാക്കിയവരല്ല, മറിച്ച് സാധാരണ സ്ത്രീ, കച്ചവടം ചെയ്തിരുന്ന, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഇടപെട്ടിരുന്ന, ഭർത്താവുള്ള, മക്കളുള്ള, ബാക്കിയുള്ള സാമൂഹിക വിഷയങ്ങളിൽ പോലും ഇടപെട്ടിരുന്ന ഒരു സാധാരണ സ്ത്രീ. പക്ഷെ ആ സ്ത്രീയുടെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മൾ വിചാരിച്ചാൽ നമുക്കും അതുപോലെ ആയിത്തീരാൻ പറ്റും. അതിന് പെട്ടെന്ന് പിന്നെന്താ ആകാശത്ത് നിന്ന് പൊട്ടി മുളക്കേണ്ട ആവശ്യമൊന്നും. നമ്മൾ ഏത് സാഹചര്യത്തിലും അല്ലേ? ഖദീജ ബീവി 40 വയസ്സ് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നെ എത്രാമത്തെ വയസ്സിലാണ് 25 വയസ്സിലാണ് റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്നത്. പിന്നെ 15 വർഷം കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നത്. അപ്പോൾ ഖദീജ ബീവിക്ക് എത്ര വയസ്സായി? 55 വയസ്സിന് ശേഷം ഖദീജ ബീവി ആദ്യമായിട്ട് ഖുർആൻ കേൾക്കുന്നത്, ഇഖ്റ കേൾക്കുന്നത്. ഖുൽ ഹുവല്ലാഹു പോലും 55 വയസ്സിൽ ഖദീജ ബീവി കേട്ടിട്ടില്ല. അതിനുശേഷമാണ് അവർ ദീനിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പത്തിലെ ഭയങ്കര ദീനിയായ ഫാമിലിയിൽ വളർന്ന, നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം, നിങ്ങൾ ഉസ്താദിൻ്റെ ഫാമിലിയിൽ വളർന്നതല്ലേ, ഞങ്ങളിങ്ങനെ എവിടെയൊക്കെയോ വളർന്ന് വലുതായതുകൊണ്ട് ഞങ്ങൾക്ക് ദീനി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. അന്നത്തെ മക്കയിൽ അത്രയും മോശമായ ചുറ്റുപാടിൽ വളർന്നയാളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. എന്നിട്ടാണ് അഫീഫ താഹിറ എന്നുള്ള പേര് തൻ്റെ ജീവിതം കൊണ്ട് അവർ ഏൺ ചെയ്തത്. അപ്പോൾ ഖദീജ ബീവി ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഖുർആൻ ഓതിക്കേട്ടവരായിരുന്നു. ഇപ്പോൾ ഈ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസിച്ചവരാണ് ഖദീജ ബീവി എന്ന് പറയുന്നിടത്ത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ ചര്യയെ സുന്നത്തിനെ സുന്നത്താക്കി, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരു പുതിയ ചര്യയെ കൊണ്ടുവന്നാൽ പിന്നീട് അതനുസരിച്ചിട്ട് അതൊക്കെ അമൽ ചെയ്യുന്നു, അതിൻ്റെയൊക്കെ കൂലി ആർക്ക് കിട്ടും? നമ്മളൊരു ഖുർആൻ ക്ലാസ് തുടങ്ങി വെച്ച്, അല്ലെങ്കിൽ ഒരു ഫിഖിൻ്റെ ക്ലാസ് തുടങ്ങി വെച്ച്, അങ്ങനെ എന്തെങ്കിലും ജാരിയായ സദക്കയായി മാറുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പിന്നീട് ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നു അതിൻ്റെയൊക്കെ കൂലി ആർക്ക് കിട്ടും? ഈ തുടങ്ങിയ ആൾക്ക് കിട്ടൂലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട്, നബിതങ്ങളെ സഹായിച്ചുകൊണ്ട്, ഖുർആനെ കേട്ടുകൊണ്ട് മാതൃകയായ സ്ത്രീ ആരാ? ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നതാണ് ഖദീജ ബീവിയ. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പിന്നീട് ആരെല്ലാം മുസ്ലിമീങ്ങളായോ, പിന്നീട് ആരെല്ലാം വഹീനെ അംഗീകരിച്ചോ, അവരുടെയൊക്കെ കൂലി ആർക്ക് പോവും? നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അങ്ങനെ പറയാറുണ്ടല്ലോ, ബാക്കിയുള്ള സഹാബാക്കളുടെ കൂലി അല്ലേ, പ്രധാനപ്പെട്ട സഹാബാക്കളൊക്കെ മുസ്ലിം ആക്കിയത് അദ്ദേഹമാണ്. അതേ ഒരു പോയിന്റ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു പ്രത്യേകത, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഭാര്യയായിരുന്നു. പക്ഷെ ബാക്കി ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തരായിക്കൊണ്ട് ഖദീജ ബീവിയുടെ എല്ലാം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സമ്പത്ത് കൊണ്ട് നബിതങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കിട്ടുന്നില്ലേ? അവരുടെ സമ്പത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അവരുടെ സഹായം കൊണ്ട്, പിന്തുണ കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അവരുടെ റഈ, അഭിപ്രായം, മശൂറ, അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപകാരം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാര്യമാർ ചിലപ്പോൾ അവരുടെ സമ്പത്ത് കൊണ്ട് നബിതങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരം കിട്ടിയിട്ടുണ്ടാവും, കിട്ടാതിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം കൂടി ഒരുമിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകാരം കിട്ടിയത് ഏത് ഭാര്യയിൽ നിന്നാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. ഖദീജ ബീവിയുടെ അടുത്ത പ്രത്യേകത ഖൈറു നിസാഇ സമാനിഹ, ആ കാലഘട്ടത്തെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീ എന്ന് അഷ്റഫുൽ ഖൽക്കിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ് കേൾക്കാൻ വേണ്ടി ഭാഗ്യം കിട്ടിയ സ്ത്രീയാണ്. ഫഖദ് റവൽ ബുഖാരി അൻ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറയാം, ബുഖാരി വായത്തുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തെ ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠ അവരായിരുന്നു. ഇന്നത്തെ ഈ കാലഘട്ടത്തെ ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും ശ്രേഷ്ഠ വഖൈറു നിസാഇഹ ഖദീജ റളിയല്ലാഹു അൻഹ ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി അവർ അറിഞ്ഞിട്ടുണ്ട്. അഫ്ളലു നിസാഇൽ ജന്ന, സ്വർഗ്ഗ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണ്. അതും ഇമാം ബുഖാരി റഹിമഹുല്ലാഹിൻ്റെ റിവായത്ത് എന്ന ഹദീസിൽ കാണാം.
അഹ്മദ് റഹിമുള്ള റിവായത്ത് എന്ന ഹദീസിൽ കാണാം, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജ ബിൻതു ഖുവൈലിദ് വഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വമറിയം ബിൻതു ഇമ്രാൻ വആസിയ ബിൻതു മുസാഹിം ഇംറഅത്തു ഫിർഔൻ. ഈ പറഞ്ഞ 1, 2, 3, 4 സ്ത്രീകൾ എണ്ണിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ഇവർ 4 പേരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു പ്രത്യേകത ഇമാം ബുഖാരി റഹിമുള്ള റിവായത്ത് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ജിബ്രീൽ പറയാ, യാ റസൂലല്ലാഹ് ഹാദിഹി ഖദീജ, ദാ ഖദീജ വരുന്നുണ്ട്. ഖദ് അതത് മഅഹ ഇനാഉൻ ഫീഹി ഇദാമുൻ വതആം, അവരുടെ കൂട്ടത്തിൽ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കുറച്ച് ഭക്ഷണവും കറികളൊക്കെ ഉണ്ട്. ഫഇദ അതത്ക, അവർ അങ്ങയുടെ അടുക്കലേക്ക് വന്നാൽ ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹ വമിൻ, അല്ലാഹ്, അവർ വന്നാൽ അവരോട് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നും സലാം അറിയിക്കണേ. ആരാ അയച്ചേക്കുന്നത്? അള്ളാഹു. ആരാ അയച്ചേക്കുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം. എന്തിനു വേണ്ടിയാ? ഒരു സ്ത്രീക്ക് സലാം പറയാം, അള്ളാഹിൻ്റെ സലാം എത്തിക്കാൻ. ഇതിന് വലിയ ഭാഗ്യം വേറെ എന്താ വേണ്ടത്? തീർന്നില്ല. ഒന്നാമത്തെ പ്രത്യേകത, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സലാം നേരിട്ട് ജിബ്രീൽ മുഖാന്തരം ഖദീജ ബീവിക്ക് അയച്ചു എന്ന് മാത്രമല്ല, വബശ്ശിർഹ, സന്തോഷ വാർത്ത അറിയിക്കുകയും വേണം. അതും അള്ളാഹു എന്നോട് കൽപ്പിച്ചു. എന്താ? ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കുമെന്ന്. മിൻ ഖസബിൻ, ഖസബ് എന്ന് പറഞ്ഞാൽ ലുഅ്ലു മുജവ്വഫ് വാസിഅ, ഉള്ളുപൊള്ളയായ വിശാലമായ ഒരു മുത്തുകൊണ്ടുള്ള ഒരു വീട് നൽകാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കണം. എന്നിട്ട് അതിൻ്റെ 2 പ്രത്യേകതകളാണ് പറഞ്ഞ. മുത്തുകൊണ്ടുള്ള ആ വീടിൻ്റെ ലാ സഹബ വലാ നസബ, അതിൽ ഒച്ചപ്പാടും ബഹളവും ഇല്ല. വലാ നസബ, ക്ഷീണവും പിന്നെ കഷ്ടപ്പാടും ഇല്ല, തളർച്ചയും ഇല്ല. സാധാരണഗതിയിൽ ഖുർആനിൻ്റെ ശൈലി നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്വർഗത്തെ വിശേഷിപ്പിക്കുക എന്താ? ജന്നാത്തിൻ, എന്താ പറയുക? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അതിൻ്റെ പഴവർഗ്ഗങ്ങളെക്കുറിച്ച് പറയും, അതിൻ്റെ അടിയിലൂടെ ഒഴുകുന്ന നദികളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ അതിലെ പുരുഷന്മാരോടാണ് സ്ത്രീകളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ അതിൻ്റെ കൊട്ടാരത്തിൻ്റെ മഹിമകളെക്കുറിച്ച് പറയും, അതിൻ്റെ തലങ്ങാണികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖദീജ ബീവിക്ക് സന്തോഷ വാർത്ത അറിയിച്ചപ്പം ആ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ ആ സ്വർഗത്തിൻ്റെ അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നും അല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ലാ സഹബ, ഒച്ചപ്പാടും ബഹളവും ഇല്ല. വല നസബ, ക്ഷീണവും പിന്നെ എന്താ തളർച്ചയില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? മഹാന്മാർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ സുഹൈലി റഹിമഹുല്ലയെ പോലുള്ളവർ പറയുന്നത് ലാ സഹബ, ഒച്ചപ്പാടും ബഹളവും ഇല്ല എന്ന് പറയാനുള്ള കാരണം, ഒരിക്കൽ പോലും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒച്ചയേക്കാൾ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുകയോ അങ്ങനെ ശബ്ദം കൂട്ടുകയോ ചെയ്തിട്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും. അത്രയും സ്നേഹമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് അമൽ ചെയ്തോ അതേ ജിൻസിൽപ്പെട്ട അതേ വർഗത്തിൽപ്പെട്ട പ്രതിഫലം അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ നമുക്ക് തരാം. അതായത് നമ്മളിപ്പോൾ മോശം പിന്നെ അന്യ സ്ത്രീകളെ നോക്കിയില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അന്യ പുരുഷന്മാരായിട്ടുള്ള ബന്ധത്തിലൊന്നും ഏർപ്പെട്ടില്ല, വളരെ പവിത്രതയോടുകൂടി പാതിവൃത്യം കാത്തു സൂക്ഷിച്ച് ജീവിച്ചാൽ നാളെ ഖിയാമത്ത് നാളിലെത്തുമ്പം ആ രീതിയിലുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു ഹലാലായിട്ട് നമുക്ക് തരും. അപ്പോൾ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് സാധാരണ പറയാറുണ്ട്. നമ്മൾ ചെയ്യുന്ന അമലിൻ്റെ അതേ വർഗത്തിലായിരിക്കും അള്ളാഹു തിരിച്ച് നമുക്ക് കൂലി തരിക. നമ്മൾ സാമ്പത്തികമായിട്ട് ഒരുപാട് സൂക്ഷിച്ച് പലിശയിലൊന്നും പോയില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം സാമ്പത്തിക മേഖലയിൽ അള്ളാഹു നമ്മൾ സൂക്ഷിച്ചാൽ അതിന് അള്ളാഹു പ്രതിഫലം തരുമ്പം അതേ മേഖലയിലുള്ള പ്രതിഫലമായിരിക്കും തരാം. സമ്പത്തിന് ഏറ്റി ബർക്കത്തെല്ലാം കൂട്ടിത്തരും അള്ളാഹു. അപ്പോൾ ഇവിടെ അവർ ചെയ്ത അമൽ എന്തായിരുന്നു? ഒറ്റൊരിക്കൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശബ്ദം ഉയർത്തി സംസാരിക്കുകയോ നിബിതങ്ങളെക്കാൾ ഉച്ചത്തിൽ, നിബിതങ്ങളുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു വീട് കൊടുക്കുമ്പോഴും ലാ സഹബ, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത വീട് കൊടുക്കും. വലാ തഅബയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തവണ പോലും കഷ്ടപ്പെടുത്തുകയോ ക്ഷീണപ്പെടുത്തുകയോ ഇല്ല. അല്ലെങ്കിലേ പുറത്തുനിന്ന് കുറേ അക്രമവും ഇതൊക്കെ ഏറ്റിട്ടാണ് റസൂലുള്ള വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലെത്തിയാൽ വീണ്ടും റസൂലുള്ളാഹിനെ അതും ഇതും പറഞ്ഞു, നിങ്ങളെവിടെ പോയി, നമ്മളൊന്നും നോക്കണ്ടേ, 4 മക്കളില്ലേ, ഒരാളും പെൺകുട്ടികളല്ലേ, നിങ്ങളിങ്ങനെ കറങ്ങി നടന്നാൽ മതിയോ എന്ന് പറഞ്ഞ് വീട്ടിലെത്തിയിട്ട് സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചു വരുന്ന റസൂലുള്ളാഹിനെ വീട്ടിലെത്തിയിട്ട് വീണ്ടും തളർത്തിയിട്ടില്ല, ക്ഷീണിച്ചിട്ടില്ല. അതുകൊണ്ട് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അവരങ്ങനെ റസൂലുള്ളാഹിനെ നോക്കിക്കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന വീടിനും അങ്ങനെ ഒരു പ്രത്യേകത. ഇതൊരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഒച്ചപ്പാടും ബഹളം ഇല്ലാത്ത വീട് കൊടുത്തു എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി ഇസ്ലാമിനെ അവതരിപ്പിച്ചപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് നടത്തേണ്ടി വന്നില്ല, ഒരു ചർച്ച നടത്തേണ്ടി വന്നില്ല, ഒരു ബഹളം ഒച്ചപ്പാടൊന്നും നടത്തേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഇസ്ലാമിനെ കബൂൽ ചെയ്തു. അതുകൊണ്ട് അള്ളാഹു ഒച്ചപ്പാടില്ലാത്ത വീടിനെ കൊടുത്തു. വലാ തഅബ്, ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ക്ഷീണിച്ചു. അതുകൊണ്ട് നാളെ ക്ഷീണമില്ലാത്ത വീട് കൊടുക്കുമെന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സാധാരണ സ്വർഗത്തിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു എന്താ പറയൽ? സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുക്കുമെന്നല്ലേ പറയൽ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞാൽ? ഓബശിർഹ ബിബൈത്തിൻ എന്ന് പറഞ്ഞാൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ. എന്താ വീട് ചെറുതായിപ്പോയെ?
കൊട്ടാരമല്ലോ കൊടുക്കണ്ടേ, അങ്ങനെ വീട് എന്ന് പറഞ്ഞാൽ ആ മഹാന്മാർ അതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമുള്ള റിവായത്ത് ചെയ്യുന്ന ഹദീസ് ഒന്ന് വബശ്ശിർ ഹാ ബിബൈത്ത് എന്ന് പറഞ്ഞാൽ അതും നേരത്തെ പറഞ്ഞു അൽ ജസാഉ ബിജിൻസിൽ അമൽ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാലഘട്ടത്ത് ആകെ ഇസ്ലാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അടുത്ത ഒരു വീട് മുസ്ലിം ആകുന്നത് വരെ ലോകത്ത് മുസ്ലിമായ വീട് ഏത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യത്തെ മുസ്ലിമായ വീട്. ഒരു കാലഘട്ടത്ത് ലോകത്തൊറ്റ മുസ്ലിമായ വീടും ഇല്ലാതിരുന്നിട്ട് വളരെ കുറച്ച് സമയമാണ്, പെട്ടെന്ന് തന്നെ അടുത്തുള്ളവർ മുസ്ലിം ആയിട്ടുണ്ട്. ഒരു വീടും ഇല്ലാതിരുന്ന സമയത്ത് മുസ്ലിമായ ഒറ്റ വീടേ ലോകത്തുണ്ടായിരുന്നുള്ളൂ. ആ വീടിൻ്റെ ഉടമ ആരായിരുന്നു? ഖദീജ ബീബി. അതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിൻ്റെ ഉടമസ്ഥയായി ഈ ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചപ്പോൾ അള്ളാഹു നാളെ കൊടുക്കുമ്പോഴും അങ്ങനത്തെ ഒരു മഹാ വീടായിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ബിബൈത്ത് എന്ന് എടുത്തു പറഞ്ഞതെന്ന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം. ഖദീജ ബീവിയുടെ അടുത്ത പ്രത്യേകത ലം യതസവ്വജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹ. അവരുമായിട്ട് വിവാഹബന്ധത്തിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചിട്ടില്ല, കഴിക്കേണ്ടി വന്നിട്ടില്ല. ഭർത്താവ് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമോയെന്ന് പേടിയുള്ള സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഭർത്താവ് രണ്ടാമത് കെട്ടുമെന്നൊരു സ്ത്രീക്ക് പേടിയുണ്ട്, എന്താ ചെയ്യേണ്ടത്? അവൾ ഖദീജയായി മാറിയാൽ മതി റളിയല്ലാഹു അൻഹ. ഖദീജ അങ്ങനെ റസൂലുള്ളാഹിനെ നോക്കി അതുപോലെ നോക്കിയാൽ മതി, പിന്നെ വേറൊരാളെ കെട്ടണമെന്ന് തോന്നിയിരുന്നില്ല. അത് ഞാൻ പറഞ്ഞത് ഖദീജ ബീവിൻ്റെ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകാരപ്പെട്ടു. ഒന്നും വേറൊരു ആവശ്യവും നബി തങ്ങൾക്ക് വന്നില്ല. ദീനിയായിട്ടും പിന്തുണ അത്രയും സ്നേഹമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ട് എത്ര വർഷം ജീവിച്ചു? 25ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് വിവാഹം കഴിക്കുന്നത്. മുസ്ലിമിൻ്റെ കണക്ക് കൂട്ടൽ നോക്കാലോ. 63ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. എത്ര വർഷം ജീവിച്ചു? 25ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ വിവാഹം കഴിക്കുന്നത്. 63ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം ജീവിച്ചു? 38 വർഷം കഴിഞ്ഞ പരിപാടിയാണ്. 38 വർഷം ജീവിച്ചു. എത്ര വർഷം ജീവിച്ചു? 38 വർഷം ജീവിച്ചു. ഈ 38 വർഷത്തിൽ ഖദീജ ബീവിൻ്റെ കൂട്ടത്തിൽ എത്ര വർഷം ജീവിച്ചു? മുസ്തഫ തങ്ങൾക്ക് എത്ര വയസ്സുണ്ടാകുമ്പോൾ ഖദീജ ബീവി മരണപ്പെടുന്നത്? 50 വയസ്സ്. അപ്പോൾ എത്ര വർഷമായി? 15 വർഷം അല്ലേ? 15 25 വർഷം. റസൂലുള്ളാഹിക്ക് എത്ര വയസ്സാകുമ്പോഴാണ് ഖദീജ ബീവി മരിക്കുന്നത്? 50 വയസ്സ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈവാഹിക ജീവിതത്തിൻ്റെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ അതിൽ 2/3 ഭാഗത്തോളം അധികം അല്ലെങ്കിൽ കൂടുതൽ ഭാഗം ആരുടെ കൂടെ ജീവിച്ച റസൂലുള്ളാഹി? ഖദീജ ബീവിയുടെ കൂടെ ജീവിച്ച്. വേറെ ഒരാൾ വന്ന് നബിതങ്ങളുടെ സ്നേഹം പങ്കിട്ടെടുക്കാൻ ഉണ്ടായിരുന്നില്ല. ആ സ്നേഹം മുഴുവനും ആരാണ് ആസ്വദിച്ചത്? നബിതങ്ങളുടെ സ്നേഹം, കെയറിങ്, ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും ആർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതും ആ ഭാര്യയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന, ഖദീജ ബീവിക്ക് മാത്രം ഉണ്ടായിരുന്ന പ്രത്യേകതയായിരുന്നു. ബിഹംസത്തിന് വെച്ചിട്ട് കാണാം 25 വർഷം നബിതങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? ഇതൊക്കെ ആര് പറയുന്നത് അറിയോ? ഞാൻ പറയുന്നതല്ല, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത് കേട്ടോ. 38 വർഷമാണ് ടോട്ടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈവാഹിക ജീവിതം വിവാഹം കഴിച്ചിട്ട് ജീവിച്ചത്. അതിൽ 25 വർഷം ആർക്കാണ് കിട്ടിയത്? അല്ലോ നബിതങ്ങളല്ലേ കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിട്ടുകയല്ലേ. ഇതൊക്കെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്കുള്ള ഒരു 6-7 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു ഉണ്ടായിരുന്നത്. ഖദീജ ബീവിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. ആ സ്നേഹം നമുക്ക് കാണാൻ കഴിയുക ഇൻഷാ അല്ലാഹ് നമ്മൾ വഹീൻ്റെ തുടക്കത്തിലുള്ള സംഭവം പറയുമ്പോൾ പറയല്ലേ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച്, ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് ഓടി ഖദീജ ബീവിയുടെ അടുക്കിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് എങ്ങനെ സ്വീകരിക്കാം? കല്ല, പേടിക്കണ്ട, ബേജാറാണ്, പുതപ്പിട്ട് മൂടി, ജമ്മിലൂനി എന്നെ പുതപ്പിക്കുന്ന പറഞ്ഞിട്ട് വിറച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയുന്ന ഒരു പറച്ചിലുണ്ട്, എന്താ നെഞ്ചത്ത് തടകിയിട്ട്, ലാ കല്ല, നിങ്ങൾ പേടിക്കണ്ട, ലാ യുഖ്സീക അല്ലാഹു അബദ, നിങ്ങൾ അള്ളാഹു പഴാക്കും, നിങ്ങൾ അള്ളാഹു ഒരിക്കലും പഴാക്കുക. നിങ്ങൾ ആരാ? പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നവൻ, ഇല്ലാത്തവന് സമ്പാദിച്ചു കൊടുക്കുന്നവൻ, ആരുമില്ലാത്തവൻ്റെ എല്ലാമായി മാറുന്ന നിങ്ങളല്ല അതാണ് പുതപ്പിച്ചുകൊണ്ട്. അല്ലാണ്ട് ഒരു പുതപ്പ് ബ്ലാങ്കറ്റ് ഇട്ട് മൂടൽ മാത്രമല്ല ഈ ജമ്മിലൂനി എന്ന് പറയുന്നത്, അയ്യുൽ മുസമ്മിൽ എന്ന് പറയുന്നില്ലേ, ആ ഒരു സമാധാനം കൊടുക്കലുണ്ടല്ലോ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായിരുന്നു ഖദീജ ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, യാതനകൾ അനുഭവിക്കേണ്ടി വന്നു. അതിൻ്റെ കഥകളുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ കല്ലെറിയുമായിരുന്നു, കാർക്കിച്ചു തുപ്പുമായിരുന്നു, കഫം നബി തങ്ങളുടെ ദേഹത്ത് പുരണ്ടു വന്നിട്ട് പലപ്പോഴും വീട്ടിലേക്ക് വരേണ്ടി വരുമായിരുന്നു, പൊടി മേത്ത് കല്ലിൻ്റെയും മണ്ണിൻ്റെയും പൊടി ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കറി ഉണ്ടാക്കുമ്പോൾ ആ കറിയിൽ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് ഇവരിടുമായിരുന്നു. നബി തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകൾ നടക്കുമായിരുന്നു. ഒരിക്കൽ ഉത്ബയും ഷൈബയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഅബയുടെ അടുക്കൽ പിടിച്ചു വെക്കുകയും നബി തങ്ങളുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കുകയും നബി തങ്ങളുടെ കണ്ണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയും ചെയ്തിരുന്നു.
ഒരിക്കലും നബി തങ്ങൾ അങ്ങനെ കഴുത്ത് പിടിച്ചിട്ട് കാബയുടെ ചുമരിലേക്ക് ചേർത്ത് വെച്ച് ഒരാൾ ഇരിക്കടാ, ഒരാൾ നിൽക്കടാ, ഒരാൾ എഴുന്നേക്കടാ എന്നൊക്കെ പറയുന്ന കാഴ്ച ഫാത്തിമ ബീവി കണ്ടു. അപ്പം ഇങ്ങനെയായിരുന്നു 10 വർഷം മക്കത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഇത് രാവിലെ മുഴുവൻ റസൂൽ ഇത് അനുഭവിക്കും. ഇതിനെക്കാട്ടിയൊക്കെ അപ്പുറത്തേക്ക് മാനസികമായ പീഡനം. അബൂജഹലിൻ്റെ ബാക്കിൽ 1000 വട്ടമെങ്കിലും റസൂൽ പോയിട്ടുണ്ടാവും ഈ സന്ദേശമായിട്ട്. ആട്ടി വിട്ട്, കളിയാക്കി വിട്ട്. ഉത്തുബയുടെയും ഷെയ്ബയുടെയും ഉമയ്യത്തിൻ്റെയും വലീദിൻ്റെ ഒക്കെ പിന്നിൽ റസൂൽ 1000കണക്കിന് വട്ടം പോയിട്ടുണ്ട്. ഈ മാനസികമായ പീഡനങ്ങളൊക്കെ ഏറ്റിട്ട് രാത്രി വരുന്ന എവിടെയാണ്? ഈ ഖദീജ ബീവിയുടെ വീട്ടിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരൊച്ചപ്പാടില്ല, ഒരു ബഹളമില്ല. നബി തങ്ങളിങ്ങനെ ചേർത്ത് വെച്ച് നബി തങ്ങൾക്ക് കൊടുക്കേണ്ട മുഴുവൻ സ്നേഹങ്ങളും കൊടുത്ത് നബി തങ്ങൾ അങ്ങനെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. എത്ര സമാധാനമായിരിക്കും റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ടാവും, എത്ര ആശ്വാസമായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അതാണ് ശരിക്കും പുതപ്പിട്ട് മൂടുക എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് ഇത്ര സ്നേഹമായത്. അങ്ങനെ സമാധാനിപ്പിച്ച്, അങ്ങനെ പോറ്റി, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഖദീജ ബീവിയെ ഏറ്റവും നല്ല രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഗുണം നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് നന്മ ചെയ്താൽ തിരിച്ച് അതേപോലെ അങ്ങോട്ട് നന്മ ചെയ്യുന്നതല്ല. ഖദീജ ബീവി ഇങ്ങോട്ട് അത്രയും സ്നേഹിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു അങ്ങോട്ട് അത്രയും സ്നേഹിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള പ്രണയം, സ്നേഹം ഏതൊക്കെ രീതിയിൽ പ്രകടമായി എന്നുള്ളതാണ്. ഒന്നാമത്തത് പറയാൻ പോകുന്നത് ദിക്റുഹാ ബിൽ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ നമ്മൾ ഭാര്യ മരിച്ചുപോയി അല്ലെങ്കിൽ ഭാര്യ ഡൈവോഴ്സായി, കുറച്ച് വർഷങ്ങളായാൾക്ക് മരിച്ചുപോയ ഭാര്യയെക്കുറിച്ച് ഓർത്ത് അയാൾ വിഷമിക്കും, കരയും. പിന്നീട് അയാൾ അടുത്ത വിവാഹം കഴിക്കും, അത് പതുക്കെ പതുക്കെ മറക്കും, പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഓർക്കും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഖദീജ ബീവിയെക്കുറിച്ച് പറയുമായിരുന്നു, നല്ലത് പറയുമായിരുന്നു. അത് ബാക്കിയുള്ള ഭാര്യമാരുടെ മുന്നിൽ വെച്ച് പറയുമായിരുന്നു. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ള പറയുമായിരുന്നു, പറയാണ്ടിരിക്കില്ല. കാരണം ഖദീജ ബീവി റസൂലുള്ളാഹിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല. എത്ര സംഭവങ്ങളുള്ളത്. ഐഷ ബീവി എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാ ഗിർതു അല ഇംറഅത്തിൻ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അല ഖദീജ. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇത് ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, എനിക്ക് ഖദീജ ബീവിയോട് ദേഷ്യം വന്നതുപോലെ വേറൊരാളോട് ദേഷ്യം വന്നിട്ടില്ല. ഹലക്കത്ത് ഖബ്ല അൻ യതസവ്വജ്നി. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എൻ്റെ കൂടെ അവരെ വിവാഹം കഴിച്ചുകൊണ്ടല്ല എനിക്ക് ഈ ദേഷ്യം. സാധാരണ അങ്ങനെയല്ലേ ദേഷ്യം വരേണ്ടത്? എന്നെ വിവാഹം കഴിച്ച് എൻ്റെ കൂട്ടത്തിൽ അവരെ വിവാഹം കഴിച്ച് അപ്പോൾ അവരുടെ അടുക്കൽ കൂടുതലായിട്ട് പോകുന്നു, കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അപ്പോഴാണ് എനിക്ക് ദേഷ്യം വരേണ്ടത്. ഇതങ്ങനെയൊന്നല്ല. എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ലിമാ കുന്തു അസ്മഉഹു യദ്കുറുഹ. നബി തങ്ങൾ അവരെക്കുറിച്ച് എന്നെ ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ കേട്ട് എൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഭാര്യമാരെക്കാൾ കൂടുതൽ എനിക്ക് ദേഷ്യം ആരോടായിരുന്നു? ഖദീജ. ദേഷ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം കേട്ടോ, അല്ലാണ്ട് മോശത്തരത്തിലുള്ള ദേഷ്യമല്ല. മറ്റൊരു വിവാഹത്തിൽ കാണാം, നിങ്ങളോട് തന്നെ പറഞ്ഞു, കഅന്നഹു ലം യകുൻ ഫിദ്ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. ദുനിയാവിൽ ഖദീജ അല്ലാത്ത റളിയല്ലാഹു അൻഹ വേറൊരു പെണ്ണും ഇല്ലാത്ത പോലെയാണ് നിങ്ങളെ കളി. എന്തോ ഇത്രമാത്രം പറയാൻ എന്താ എന്നൊക്കെ പറയായിരുന്നു. ഇത് കേൾക്കുമ്പോഴോ സാധാരണ നമ്മൾ ഭർത്താക്കന്മാരാണെങ്കിൽ എന്താ പറയുക, അല്ല ഖദീജ ബീവി മരിച്ചല്ലോ, ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആരാ? ഐഷ ബീബിയാ. രാത്രി കിടക്കേണ്ടത് ആരോടെയാ? ഐഷ ബീവിയുടെ. ആരുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോടാണ് ഭാര്യ പറയുന്നത്, നിങ്ങളെന്താ ഭയങ്കര ഓളെ പൊക്കി പറയുന്നത്, ദുനിയാവിൽ ഓളല്ലാതെ വേറെ സ്ത്രീ ഇല്ല എന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക? ആ ഭാര്യ, ഇപ്പോൾ ഉള്ള ഭാര്യ ഒന്ന് സോപ്പിടാൻ വേണ്ടി നമ്മൾ പറയും, സംഭവം തന്നെ, എന്നാലും നീ അല്ലേ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നാലും നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സോപ്പിടും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീബി ഇങ്ങനെ പറഞ്ഞപ്പോഴും റസൂൽ എന്താ പറഞ്ഞത്? ഇന്നഹ ഖാനത്ത് വകാന ലീ മിൻഹാ വലദുൻ. നിനക്കങ്ങനെ പറയാം, നിനക്ക് അങ്ങനെ പറയാം, പക്ഷെ അവൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. നീ പറഞ്ഞത് ശരിയാ. വകാന ലീ മിൻഹാ വലദുൻ. അവളിൽ നിന്നാണ് എനിക്ക് കുട്ടികളെ കിട്ടിയത്. നീ പറഞ്ഞില്ലേ ദുനിയാവിൽ ഖദീജ അല്ലാത്ത വേറൊരു സ്ത്രീ ഇല്ലാന്ന്? ഇല്ല, വേറെ ആരും ഇല്ല. എൻ്റെ ഖദീജയെ പോലെ അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി തുറന്ന് പറഞ്ഞു. ഐഷ ബീവിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ചെന്തെങ്കിലും ഇല്ല, അതങ്ങനെയല്ല, എന്നാലും നീ എന്നെ സംഭവം, എന്നാലും ഞാൻ പറഞ്ഞു തന്നുള്ളൂ, അങ്ങനെ ഒന്നും ഒപ്പിച്ച് പറഞ്ഞില്ല. വക്കാനത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തെ പ്രകടിപ്പിച്ച ഒന്നാമത്തെ രീതി എന്താ? അവരെക്കുറിച്ച് എപ്പോഴും നല്ലത് പറഞ്ഞിരുന്നു. രണ്ടാമത്തെ എന്താ? അവരുമായി ബന്ധപ്പെട്ട എല്ലാ റസൂൽ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു. അവരുടെ സഹോദരിയെ, അവരുടെ സദീഖാത്ത്, ചങ്ങാത്തത്തിന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വില കൽപ്പിച്ച മതമാണ് ഇസ്ലാം. മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഇസ്ലാം മാത്രമേ ഉണ്ടാവൂ. നിങ്ങളുടെ ഉപ്പയോട് മരിച്ചു പോയെങ്കിൽ അദ്ദേഹത്തോട് ഏത് രീതിയിലൊക്കെ നന്മ ചെയ്യേണ്ടതെന്ന് ഒരു സഹാബി ഒന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് ചങ്ങാതിയെ പോയിട്ട് നീ പരിഗണിക്കണമെന്ന് പറഞ്ഞു. അതായത് ഉപ്പയും ആ ചങ്ങായുമായിട്ടുള്ള ചങ്ങാത്തം ഉപ്പയുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഖദീജ ബീവിയുടെ വിഷയത്തിൽ അങ്ങനെ തന്നെ എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ചങ്ങായിത്തിമാരെ ഭയങ്കരമായിട്ട് പരിഗണിക്കുമായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, വൈൻ കാന ലയദ്ബഹു അശ്ശാത സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഹ്ദി ഫീ ഖലാഇലിഹ ഐ സദീഖാതിഹ മിൻഹാ മാ യസ്ഉഹുന്ന. ചിലപ്പോൾ നബി തങ്ങൾ വീട്ടിൽ ആടിനിറക്കും. ആടിനർത്ഥം ഫസ്റ്റ് ചെയ്യുന്നത് എന്താ? കുറച്ച് പാക്കറ്റുകൾ പ്രത്യേകമാക്കി
അവർക്ക് മതിയാകുന്നിടത്തോളം റെഡിയാക്കിയിട്ട് ഖദീജ ബീവിയുടെ ചങ്ങായിച്ചിമാർക്ക് കൊടുത്തേക്കും. ഫസ്റ്റ് ചെയ്യുന്ന പണി അതാണ്. അതാരാ പറയുന്നത്? ഐഷ ബീവി റളിയല്ലാഹു അൻഹ. അനസ് റളിയല്ലാഹു അൻഹു റിവായത്തിൽ കാണാം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഉതിയ ബിശൈ, നബിതങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ടുവരപ്പെട്ടാൽ നബിതങ്ങൾ പറയും ഇദ്ഹബു ബിഹി ഇലാ ഫുലാന, ഇന്ന സ്ത്രീയുടെ അടുക്കലേക്ക് പോ, ഫഇന്നഹ കാനത് സദീഖത്തൻ ലി ഖദീജ, കാരണം അവൾ ഖദീജയുടെ കൂട്ടുകാരിയായിരുന്നു, അതുകൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കുമെന്ന് പറയുമായിരുന്നു. ഇദ്ഹബു ബിഹി ഇലാ ബൈതി ഫുലാന, എന്നിട്ട് അതെടുത്തിട്ട് അങ്ങോട്ട് പോ, കാരണം അവർ ഫഇന്നഹ കാനത് തുഹിബ്ബു ഖദീജ, ഖദീജയെ ഇഷ്ടപ്പെടുമായിരുന്നു. ഒരു സാധനം വരുമ്പോൾ അതിൻ്റെ കുറച്ച് സാധനം എടുത്തിട്ട് പറയും അത് കൊണ്ട് കൊടുക്കുക, അത് ഖദീജ ബീവിൻ്റെ ഫ്രണ്ടാണ്. പിന്നെ കുറച്ച് സാധനം പാക്കാക്കിയിട്ട് പറയും അവിടെ കൊണ്ട് കൊടുക്കുക, കാരണം അവൾ ഖദീജയെ സ്നേഹിക്കുമായിരുന്നു എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുമായിരുന്നു. ഐഷ ബീവി പറയാം, ഒരിക്കൽ ഒരു വയസ്സായ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. നബി തങ്ങൾ ആ ടൈമിൽ എൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നബി തങ്ങൾ അവരോട് ചോദിച്ചു, മൻ അൻതി? അവർ പറഞ്ഞു ജസ്സാമത്തുൽ മുസനിയ. അപ്പോൾ അതൊരു മോശം അർത്ഥമുള്ള ഒരു പേരാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ല, ഇനി മുതൽ നീ ജസ്സാമയല്ല, ബൽ അൻതി ഹസ്സാനത്തുൽ മുസനിയ, നല്ല അർത്ഥമുള്ള ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഹസ്സാനത്തുൽ മുസനിയ. ഭയങ്കര കെയറിങ് റസൂലുള്ള, പേര് മാറ്റി കൊടുക്കുന്നു. പേരെന്താന്ന് ചോദിക്കുന്നു, പേര് കുറച്ച് മോശം അർത്ഥമുള്ള പേരായതുകൊണ്ട് അത് മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് കെയ്ഫ അൻതും കെയ്ഫ ഹാലുക്കും കെയ്ഫ കുന്തും ബഅദന, നിങ്ങളുടെ അവസ്ഥ എന്താ, നിങ്ങളെങ്ങനെയൊക്കെയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ഞങ്ങൾ അവിടെ നിന്ന് വന്നതിന് ശേഷം നിങ്ങൾ എന്തായിരുന്നു അവസ്ഥ, ഇങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ്ങും ഭയങ്കര ചോദ്യവും വല്ലാത്തൊരു അടുപ്പം കാണിക്കുന്നു. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ബിഖൈരിൻ ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ഫലമ്മ ഖറജു ഖുൽതു യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദിഹിൽ അജൂസ് അദൽ ഇഖ്ബാൽ. അവർ പറഞ്ഞു ബിഖൈരിൻ ബി അബി, ഞങ്ങൾ നല്ല റാഹത്തായിട്ട് ഇരിക്കുന്നു എന്ന് ആ സ്ത്രീ പറഞ്ഞു. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഐഷ ബീവി പറയാം, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് തുഖ്ബിലു അലാ ഹാദിഹിൽ അജൂസ് അദൽ ഇഖ്ബാൽ, ഒരു വയസ്സായ സ്ത്രീയോട് അങ്ങ് ഇത്ര കെയറിങ് എന്തിനാ, ഇത്ര വലിയ പരിഗണന എന്തിനാ, ഒരു സാധാരണ ഒരു സ്ത്രീയല്ലേ, ഭയങ്കര കെയറിങ് ആണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹ കാനത് തഅതീന സമന ഖദീജ, അവർ ഖദീജയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ അടുക്കൽ വരുമായിരുന്നു. ഖദീജയും ഞാനും ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഇടക്കിടക്ക് വരുന്നൊരു സ്ത്രീയായിരുന്നു എന്ന്. അത്രേ ബന്ധമേ ഉള്ളൂ. പക്ഷേ ഖദീജയുമായി ബന്ധപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവി എന്ന ഇപ്പോഴത്തെ തൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചും അവർക്ക് അത്രയും വലിയ കെയർ നൽകി. എന്നിട്ട് പറഞ്ഞു, വ ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ, ഇങ്ങനെ പഴയകാല സ്നേഹത്തെ പരിഗണിക്കലും അതിനെ നമ്മൾ വെള്ളം നനച്ച് വളർത്തലും ഒക്കെ ഈമാനിൽപ്പെട്ടതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയോട് സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ രീതി ഇങ്ങനെയായിരുന്നു. ഇനി മൂന്നാമത്തെ രീതി, എപ്പോഴൊക്കെ ഖദീജ ബീവിയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിക്കുമായിരുന്നോ, സ്മരിക്കുമായിരുന്നോ, അപ്പോഴൊക്കെ അവരെക്കുറിച്ച് പുകഴ്ത്തി പറയും, നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറും ചെയ്യുമായിരുന്നു. ഇമാം തബ്രാനി റിവായത്തിന്റെ ഹദീസിൽ കാണാം, ലം യകുൻ ഇദാ ദക്കറ ഖദീജ, ഖദീജയെക്കുറിച്ച് പറഞ്ഞാൽ ലം യകുൻ യസ്അം, നബി തങ്ങൾ മടുക്കുമായിരുന്നില്ല, മിൻ സനാഇൻ അലൈഹ വസ്തിഗ്ഫാരില്ലഹ, നബി തങ്ങൾ പൊക്കി പറഞ്ഞിട്ടും അവർക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടും മടുക്കുമായിരുന്നില്ല. അതായത് അങ്ങാണ് നബി തങ്ങളുടെ വാക്കിൽ ഖദീജ എന്ന് വന്നു പോയാൽ പിന്നെ കുറേ നേരത്തേക്ക് മടുക്കാണ്ട് കുറേ പൊക്കി പറയും, അവർക്ക് വേണ്ടിയിട്ട് അല്ലാഹു മഗ്ഫിർലഹ അല്ലാഹു മഗ്ഫിർലഹ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാറും ചെയ്യുമായിരുന്നു. ഒരിക്കൽ പിന്നെ ഐഷ ബീവി പറയുന്നുണ്ട്, ഒരിക്കൽ ഭയങ്കരമായിട്ട് ഐഷ ബീവി ചൂടായി, മാ അബ്ദലിനി അല്ലാഹു പിന്നെന്താ മാ അക്സറമാത്ത് ഹംറാ ഉഷദി ഖദ അബ്ദലക അല്ലാഹു അസ്സ വജല്ല ഖൈറൻ മിൻഹ, പല്ല് കൊഴിഞ്ഞു പോയ വയസ്സായ ഒരു സ്ത്രീ അങ്ങ് ഇങ്ങനെ തന്നെ എത്ര കൂടുതൽ പറയുന്നത്, അള്ളാഹു അങ്ങേക്ക് അവരെ പകരം എത്ര നല്ല നല്ല സ്ത്രീകളെ തന്നിട്ടുണ്ടെന്ന് ഒരിക്കൽ ദേഷ്യത്തിൽ അറിയാണ്ട് ഐഷ ബീവി പറഞ്ഞു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തിരുത്തി, മാ അബ്ദലില്ലാഹു അസ്സ വജല്ല ഖൈറൻ മിൻഹ, ഇല്ല ഐഷ, ഇല്ല, നീ പറഞ്ഞ വയസ്സായ സ്ത്രീ ഇല്ലേ, കിളവി പല്ലൊക്കെ കൊഴിഞ്ഞു പോയവൾ, അവളെക്കാട്ടി നല്ലൊരു സ്ത്രീ അള്ളാഹു എനിക്ക് തന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഖദ് ആമനത് ബി ഇദ് കഫറ ബി അന്നാസ്, ജനങ്ങളൊക്കെ എന്നെ അവിശ്വസിച്ചപ്പോൾ അവളെ എന്നെ വിശ്വസിച്ചത്, വസദ്ദഖത്നി ഇദ് കദ്ദബനി അന്നാസ്, ജനങ്ങളൊക്കെ എന്നെ കളവാക്കിയപ്പോൾ അവളാണ് എന്നെ സത്യപ്പെടുത്തിയത്, വവാസത്നി ബിമാലിഹ ഇദ് ഹറമനി അന്നാസ്, ജനങ്ങളൊക്കെ എന്നെ തടഞ്ഞു വെച്ചപ്പോൾ അവളുടെ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചത് അവളാണ്, വറസഖനി അല്ലാഹു അസ്സ വജല്ല വലദഹ ഇദ് ഹറമനി ഔലാദുൻ നിസാ, ബാക്കിയുള്ള മുഴുവൻ സ്ത്രീകളിൽ നിന്നും മക്കളെ തടഞ്ഞു വെച്ചപ്പോൾ അള്ളാഹു എനിക്ക് മക്കളെ തന്നത് അവരിലൂടെയാണ്. ഇല്ല ഐഷ, ഇല്ല ഐഷ, അവരെക്കാൾ നല്ല ഒരാളെ എനിക്ക് കിട്ടിയില്ല. ഒരിക്കൽ ഐഷ ബീവി പറയാം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു, സാധാ പോലെ റസൂലുള്ളാഹി ഇങ്ങനെ വീട്ടിൻ്റെ അകത്തിരിക്കുക. പെട്ടെന്ന് ഖദീജ ബീവിയുടെ സഹോദരി ഹാല എന്ന് പറഞ്ഞ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പുറത്തു നിന്ന് അനുവാദം ചോദിച്ചു. ഫർത്ത അലി ദാലിക്, നബി അകത്ത് കയറിക്കോട്ടെ എന്നുള്ള ചോദ്യം, ആ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദം തിരിച്ച നിമിഷങ്ങൾ ചാടി ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് അല്ലാഹു മഹാല ഹാല വന്നിട്ടാ, കണ്ണൂർ ഭാഷയിൽ പക്ഷേ ഹാല വന്നിട്ടാ ഭയങ്കര ആവേശം. ഖാലത്ത് ഫഗിർത്തു, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു.
فقلت ما تذكر من عجوز من عجائز قريش حمراء الشدقين هلكت في الدهر قد أبدلك الله خيرا منها. അപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞ് ആ കളവത്തിയെ തന്നെ ആലോചിച്ചിട്ട് നിങ്ങളിങ്ങനെ സമയം കഴിച്ചോ എന്നർത്ഥം വരുന്ന തരത്തിൽ, നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണ്, അള്ളാഹു എന്തെങ്കിലും തെറ്റ് വന്നാൽ പുറത്തു തരട്ടെ എന്ന് അർത്ഥം വരുന്ന തരത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവിയുടെ സഹോദരി വരുമ്പോൾ, ഖദീജ ബീവിയുടെ ചങ്ങായിമാർ വരുമ്പോൾ, ഖദീജ ബീവിയെ സ്നേഹിച്ച ആളുകളെ കൂടെയുള്ള സ്നേഹം, ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ വരുന്ന ഒരു വൃദ്ധയായ സ്ത്രീയോടുള്ള സ്നേഹം, ഇങ്ങനെയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വാക്ക് മതി നബിതങ്ങൾക്ക് അവരോടുള്ള സ്നേഹത്തെ നമുക്ക് മനസ്സിലായി. ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബ, തീർന്നു. എങ്ങനെ അർത്ഥം വെക്കണമെന്ന് എനിക്കറിയില്ല. അറബി ഭാഷ പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ നമ്മുടെ ഫോളോവേഴ്സിന് എങ്ങനെ മനസ്സിലാവും എന്നറിയില്ല. ഇന്നി ഖദ് റുസിഖ്തു ഹുബ്ബ, എങ്ങനെ അർത്ഥം വെക്കുക? അത് എനിക്ക് അവളുടെ ഹുബ്ബ് അങ്ങ് എന്താ പറയുക, ഉള്ളിൽ കയറിപ്പോയി, അങ്ങ് അലിഞ്ഞു ചേർന്നു പോയി, അതങ്ങനെ ആയിപ്പോയി. അങ്ങനെ നമ്മൾ പറയില്ല, അങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യുക, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഐഷ ബീവിയോട് പറയുന്നതാ, ഐഷ എന്താ നീ ഇപ്പം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഖദ് റുസിഖ്തു ഹുബ്ബ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറിപ്പോയി. ഇൻഷാ അല്ലാഹ് ശബ്ദം കേൾക്കുന്ന ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താവിൻ്റെ അങ്ങനത്തെ ഒരു ഭാര്യയായി മാറാൻ ശ്രമിക്കണം. അപ്പോൾ പിന്നെ അയാൾ വേറെ ഒന്നിലേക്കും പോകേണ്ട ആവശ്യം വരൂല. അള്ളാഹു നല്ല ഭാര്യ ഭർത്താക്കന്മാരായി നമ്മളെയൊക്കെ ആക്കി തീർക്കുമാറാകട്ടെ. അവസാനം മക്കം ഫതഹിൻ്റെ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് വിജയശ്രീലാളിതനായി വന്നു. മക്ക ഫുൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിടിയിലാണ്. അന്നത്തെ പകൽ അവസാനിച്ചു. മക്കത്തെ കിങ്കരന്മാരൊക്കെ നബിതങ്ങൾക്ക് കീഴടങ്ങി. രാത്രിയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു ടെൻറ്റ് വേണം. എവിടെ ടെൻ്റ് അടിക്കും? സഹാബാക്കൾ വന്ന് നബിതങ്ങളോട് അനുവാദം ചോദിച്ചു. നബിതങ്ങൾ ഏത് സ്ഥലമാണ് തിരഞ്ഞെടുത്തത്? നബിതങ്ങൾ പറഞ്ഞ്, എൻ്റെ ഖദീജയുടെ ഖബറിൻ്റെ അടുത്ത് എനിക്കൊരു ടെൻ്റ് അടിക്കുമെന്ന് പറഞ്ഞു. അവിടെ ടെൻ്റ് അടിച്ച് അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാപ്പാർത്തത്. ആ രാത്രിയിൽ എന്താ നടന്നതെന്ന് ചരിത്രത്തിൻ്റെ വിശദീകരണത്തിലില്ല. പക്ഷേ നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നബിതങ്ങൾ ഒരുപാട് ഖദീജയോട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലേ. ഖദീജ പണ്ട് ഈ മനലാരുണ്യത്തിൽ അല്ലേ അടിയും ഇടിയും വാങ്ങിയിട്ട് ആ ചൂടുള്ള സമയത്ത് ഞാൻ നടന്നപ്പോൾ നീ എന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ചു അല്ലേ. അന്ന് ഞാൻ കിസ്ര നമ്മുടെ കയ്യിൽ വരും, കൈസർ നമ്മുടെ കയ്യിൽ വരും അല്ലേ, മക്കയിലെ ഈ കിങ്കരന്മാർ നമ്മുടെ കാൽ കീഴിൽ വരും എന്നൊക്കെ നിന്നോട് പറഞ്ഞപ്പോൾ നീ മാത്രമേ അന്ന് എന്നെ വിശ്വസിച്ചിട്ടുള്ളൂ, ബാക്കിയവരൊക്കെ എന്നെ കളവാക്കിയവരായിരുന്നു. മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിച്ചവരായിരുന്നു. എൻ്റെ കൊച്ചാപ്പ അടക്കം എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നീ എന്നിൽ വിശ്വാസം അർപ്പിച്ചു. ഇതാ ഖദീജ ആ വിശ്വാസം അർപ്പിച്ച ദിവസം ഇതാ വന്നെത്തിയിരിക്കുന്നു, ഞാനിന്ന് മക്കയുടെ രാജാവാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഒരുപാട് രാക്കഥകൾ ആരോട് പറഞ്ഞിട്ടുണ്ടാകണം? തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമയോട്. കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് പോയപ്പം ഞങ്ങൾക്ക് 2-3 പരിപാടികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ ഹോട്ടലുണ്ട്. ആ മക്ബറയുടെ വലിയ മക്ബറയാണ്. മക്ബറയിൽ ഖദീജ ബീവിയുടെ ഖബറിൻ്റെ സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ പോകേണ്ടി വന്നിരുന്നു. അപ്പം പരിപാടി തുടങ്ങുന്നതിന് അവസാനിച്ചതിന് ശേഷം കുറേ നേരം ആ ഭാഗത്ത് പോയി നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഉംറക്ക് പോകുമ്പം നമുക്ക് അവിടെ നിൽക്കണം. അസ്സലാമു അലൈക യാ ഖദീജ സൗജത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എന്നിട്ട് ഇതെല്ലാം ഓർമ്മയാണ് അവരുടെ പ്രത്യേകതകൾ. അവരുടെ നമ്മുടെ റസൂൽ നമുക്കുള്ള ബന്ധം നമ്മുടെ ഉമ്മയാണ്. ആ കാലഘട്ടം 25 വർഷം നമ്മുടെ റസൂലിനെ പൊന്നുപോലെ നോക്കിയ ആളാണ് റസൂൽ. ഖദ് റുസിഖ്തു ഹുബ്ബഹ, നബിതങ്ങളോടുള്ള ആ സമീപനത്തിലൂടെ നബിതങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറി അവിടെ തന്നെ സ്ഥാനം ഉറപ്പിച്ചവരാണ്. നമ്മുടെ ഹബീബിനോടുള്ള മുഹബത്തിൻ്റെ ഭാഗമാണ് അവരോടുള്ള മുഹബത്ത്. അള്ളാഹു ശരിക്കും ഹബ്ബിക്കാൻ മുഹബത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഉറക്കം പറയാനോ? എന്നോ ഒരു സംഭവം കൂടി പറയട്ടെ. 25-ാമത്തെ വയസ്സിലാണല്ലോ വിവാഹം കഴിയുന്നത്. അതിനുശേഷം പിന്നെ നടന്ന പ്രധാനപ്പെട്ട സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിലാണ് കഅബയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവം. അതും കൂടി വളരെ എളുപ്പത്തിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ കഅബയുടെ പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദ്യമായിട്ട് കഅബയെ നിർമ്മിക്കുന്നത്. ആദം നബി ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹി അൽ ബിദായ വന്നിഹായ ആണ് മുമ്പിലിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം ബൈഹഖിയെ പോലുള്ള പണ്ഡിതന്മാർ അവരൊക്കെ പിന്നെ ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് കഅബ പണിയപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിയാത്തും മറ്റും ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷെ അത് ശരിയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ആദ്യമായിട്ട് കഅബ നിർമ്മിക്കുന്നത്. പക്ഷേ കഅബയുടെ സ്ഥലവും ആ പ്രദേശവും മക്കയൊക്കെ പണ്ടേ എല്ലാവരും ബഹുമാനിക്കുന്ന പ്രദേശമായിരുന്നു. പണ്ടത്തെ എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. സ്വാലിഹും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 പേരൊഴികെ എന്നൊക്കെ ഹദീസുണ്ട്. ഇബ്നു കസീർ റഹിമുള്ള പറയുന്നത് കഅബ ഇല്ലായിരുന്നു. ഹജ്ജൊക്കെ അതായത് ഈ പ്രദേശത്തെയും ഈ സ്ഥലവും അള്ളാഹു ലോകം സൃഷ്ടിച്ച അന്ന് തന്നെ മഹത്വപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ സ്ഥലവും പ്രദേശമൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാവരും വരികയും സിയാറത്ത് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കഅബ നിർമ്മിക്കുന്നത്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. അല്ലാഹു അലം, അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച് പിന്നീട് പല നിർമ്മാണങ്ങളും നടന്ന് ജുർഹും ഗോത്രം പിന്നീട് നിർമ്മിച്ചിട്ടുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എത്തിയപ്പം നബി തങ്ങൾക്ക് ഏകദേശം 35 വയസ്സായപ്പം കാബയെ പുനർനിർമ്മിക്കേണ്ട ആവശ്യം വന്നു. അന്നത്തെ കാബയുടെ കോലഘട്ടം നമ്മൾ പറയാം, ഏകദേശം 9 ദിറാ 9 മുഴം നീളമായിരുന്നു കാബയ്ക്ക് ഉണ്ടായിരുന്നത്. 9 മുഴം എന്ന് പറഞ്ഞാൽ ഏകദേശം 4.5 മീറ്റർ നീളം, 4.5 മീറ്റർ നീളമായിരുന്നു കാബയ്ക്ക് ഉണ്ടായിരുന്നത്. വാതിൽ 2 വാതിലുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കയറുന്ന ഇപ്പോഴുള്ള വാതിലില്ലേ, ആ സ്ഥലത്തും വാതിലുണ്ടായിരുന്നു, അതിൻ്റെ നേരെ ബാക്കിലും വാതിലുണ്ടായിരുന്നു. വാതിൽ നിലത്ത് മുട്ടിയിട്ടായിരുന്നു. ഇപ്പോൾ സ്റ്റെപ്പ് വെച്ച് കയറണമല്ലോ, അന്നത്തെ വാതിൽ നിലത്ത് മുട്ടിയിട്ടായിരുന്നു, മുമ്പിലത്തെ വാതിലും ബാക്കിലത്തെ വാതിലും. അന്ന് പിന്നെ കുറേ പാറക്കെട്ടുകൾ ഇങ്ങനെ നിരത്തി അടുക്കി വെച്ചിട്ടുള്ള ചുമരായിരുന്നു. അന്ന് തന്നെ പിന്നെ ഈ മണ്ണ് കൊണ്ടുള്ള കട്ടയുണ്ട്, നമ്മൾ സിമെൻറ്റ് ഇടുന്ന പോലെ മണ്ണ് ചളിമണ്ണ് വെച്ചിട്ട് അതിലിങ്ങനെ ഉറപ്പിച്ച് വെക്കുന്ന രീതിയുണ്ട്. പക്ഷെ അന്ന് കാബ എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സ് വരെ കാബ എങ്ങനെയായിരുന്നു? പാറകളിങ്ങനെ ഒന്നിന് പുറകെ ഒന്ന് വെച്ചിട്ട് അതിന് മച്ചില്ലായിരുന്നു, മുകളിലൊന്നും ഇല്ലായിരുന്നു, മുകളിൽ തുറന്ന് കിടക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ചുമരുകളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തുണിയിട്ടിട്ടും ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെയായിരുന്നു കാബയുടെ കോലം 35-ാമത്. അപ്പോൾ ഈ 35 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സായപ്പോൾ 3 സംഭവങ്ങൾ നടന്നു. അത് കാബയ്ക്ക് ഭയങ്കര കേടുപാടുകൾ സംഭവിച്ചു. കാബയെ പുനർനിർമ്മിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി വന്നു. എന്താ 3 സംഭവങ്ങൾ? ഒന്ന്, ഒരു സ്ത്രീ അവിടെ ബുഹൂർ പുകക്കുന്ന സമയത്ത് അതിലുള്ള ഒരു കനൽ പോയി കാബയുടെ ഈ തുണിയിൽ വിരിച്ചു വെച്ചിരുന്ന തുണിയിൽ വീഴുകയും അത് മൊത്തം കത്തിപ്പോവുകയും ചെയ്തു. അത് കാബയുടെ ചുമരുകൾക്കും ചെറിയ കേടുപാടുകൾ സംഭവിച്ചു. ഒന്നത്. രണ്ടാമത്, ഒരു വെള്ളപ്പൊക്കം വരികയും ആ വെള്ളപ്പൊക്കത്തിൽ കാബയുടെ ചുമരുകൾക്ക് കേടുപാടുകൾ വന്നു. മൂന്നാമത്തത്, മലീഹ് എന്ന് പറഞ്ഞ ഒരു കള്ളൻ കാബയുടെ ഉള്ളിൽ കയറുകയും കാബയുടെ അകത്തുണ്ടായിരുന്ന വസ്തുക്കൾ കക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ കാബയുടെ ചുമരുകൾക്ക് കേട് വന്നു, അതുകൊണ്ട് അത് മാറ്റിപ്പഴയണം. പിന്നെ ഈ വാതിൽ താഴെ ആയതുകൊണ്ട് ആർക്കും വന്ന് കയറാം, ഇറങ്ങി പോവുകയും ചെയ്യാം. അപ്പോൾ ആ വാതിൽ കുറച്ച് ഉയർത്തി വെക്കുകയും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഇതിൽ തന്നെ നമുക്ക് ഒന്നുകൂടി മോഡിഫിക്കേഷൻ നടക്കൂല. അതുകൊണ്ട് കാബയെ പൂർണ്ണമായും പൊളിച്ചിട്ട് രണ്ടാമത് പണിയാന്നുള്ള തീരുമാനത്തിലേക്ക് ഖുറൈശികൾ എത്തി. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി ഇനി എന്ത് ചെയ്യണം? കാബയെ ആദ്യം പൊളിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് എത്ര വയസ്സായി? 35 വയസ്സ്. കാബയെ പൊളിക്കണം, പൊളിച്ചിട്ടല്ലേ പണിയേണ്ടത്. കാബയുടെ അടുത്ത് എല്ലാവരും മമ്പട്ടിയും കോടാലിയും കബിപ്പാരയൊക്കെ എടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ ആര് പൊളിക്കും? തൊട്ട് മുമ്പ് ഒരു 35 വർഷം മുമ്പ് അബ്രഹത്തിൻ്റെ സംഭവം നടന്നതേ ഉള്ളൂ. അത് കണ്ടവരും അനുഭവിച്ചവരുമാണ് അധികവും അന്നുള്ളത്. ഒറ്റ കുട്ടിക്ക് ധൈര്യം വരുന്നില്ല കാബയെ പൊളിക്കാൻ വേണ്ടി. അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇതിൻ്റെ കല്ലിളക്കണ്ടേ? എങ്ങാനും നമ്മളും അബ്രഹത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട അള്ളാഹു ഒരു പക്ഷിയെ ഇറക്കിയിട്ട് നമ്മളെ കൊന്നു കളഞ്ഞാലോ എന്ന് എല്ലാവർക്കും പേടി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കാത്തിക്കുക, പക്ഷെ ആരും പൊളിക്കുന്നില്ല, കല്ല് മാറ്റുന്നില്ല. ആ സമയത്ത് വലീദ് ഉൽ മുഗീറ അൽ മഖ്സൂമി, വലീദ് ഉൽ മുഗീറ എന്ന് പറഞ്ഞ ഖുറൈശികളുടെ നേതാവ്, അയാൾ മുന്നോട്ട് പറഞ്ഞു, തുരീദൂന ബിഹദ്മിഹി അൽ ഇസ്ലാഹ് അമിൽ ഇസ്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് പൊളിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് കാബക്ക് മോശം ചെയ്യാനാണോ അല്ല കാബക്ക് നല്ലത് ചെയ്യാനാണോ? എല്ലാവരും പറഞ്ഞ് നല്ലത് ചെയ്യാനോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നല്ലത് ഉദ്ദേശിക്കുന്ന ഒരാളെയും അള്ളാഹു നശിപ്പിക്കൂല. നമുക്കെന്ത് ചെയ്യാം? ഇത് പൊളിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം പൊളിക്ക്. അങ്ങനെ അഖദൽ മിഅ്വല, അയാൾ ഒരു കോടാലി എടുത്തു. വശറഅ യഹ്ദിം, അയാൾ പൊളിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ 2-3 കല്ല് മാറ്റിയപ്പം അയാളിങ്ങനെ നോക്കി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്ത് അയാളുടെ മേലെ ഇടുത്തി വീഴുന്നുണ്ടോ, അയാൾ ചാകുന്നുണ്ടോ, അയാളെ പാമ്പ് അടിക്കുന്നുണ്ടോ. ചില വായത്തുകളിൽ ആദ്യം ഒരു പൊളിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ഭയങ്കര ഒരു സർപ്പം വന്നു, പൊളിക്കാൻ വന്നവരൊക്കെ അത് ആട്ടി ഓടിച്ചു എന്നൊക്കെ വരുന്നുണ്ട് സീറയുടെ കിതാബുകളിൽ. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. തൽക്കാലം നമ്മൾ സ്കിപ്പ് അടിച്ച് വിടുന്നേ. പിന്നീട് അവർ നമ്മൾ ഈ നിർമ്മാണത്തിൽ ഒരു തട്ടിപ്പും കാണിക്കൂല, പരസ്പരം നമ്മൾ അസൂയ വെക്കൂല, പരസ്പരം നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലാവൂല എന്ന് പ്രതിജ്ഞ എടുത്തപ്പം ഒരു പക്ഷി വന്ന് ആ പാമ്പിനെ കടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക വലീദ് മുഗീറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു. അദ്ദേഹം 2-3 കല്ല് മാറ്റി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, കോമു സായിദൂനി, എല്ലാവരും എന്നെ സഹായിക്കുന്നു പറഞ്ഞു. എന്നിട്ടും ആൾക്ക് ധൈര്യം വരുന്നില്ല. കാരണം അബ്രഹത്തിൻ്റെ സംഭവം അത്രക്കും അവരുടെ ഉള്ളിൽ എന്താ പറയുക, ഒരു ഷോക്കായിപ്പോയി. അവർ പറഞ്ഞു, ലാ നന്തളിറുൽ ഖദ്, നാളെ രാവിലെ വരെ ഞങ്ങൾ കാത്തിരിക്കും. നാളെ രാവിലെ വരെ നീ ജീവനോടെ ഉണ്ടെങ്കിൽ, നീ തളർന്നു പോയിട്ടില്ല, നിനക്ക് സ്ട്രോക്ക് വന്നിട്ടില്ല, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇതിന് വേണ്ടി കൂട്ടരുത്, ഇല്ലെങ്കിൽ ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലം യുസിബഹു ഷൈഅൻ റളിയല്ലാഹു അൻഹു ഫസ്ബഹൽ വലീദു മിൻ ലൈലത്തിഹി ലം യുസിബഹു ഷൈഅൻ, രാവിലെ ആയപ്പോൾ വലീദിനൊന്നും സംഭവിച്ചിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. അവരെല്ലാവരും വന്ന് സഹായിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പൊട്ടിച്ച് അവ അടിയിലേക്ക് എത്തി. അടിയും പൊട്ടിച്ച് അവ നോക്കുമ്പോൾ അടിയിൽ എന്തുണ്ട്? നമ്മളെ തറയുണ്ട്. ആ തറയിൻ്റെ അടിയിലും വലിയ ഭൂമീൻ്റെ അടിയിലേക്ക് ഏകദേശം പോയപ്പോൾ നല്ല കട്ടിയുള്ള ഒരു തറ കണ്ട്.
ഇപ്പോൾ ഏതായാലും പൊളിക്കുന്നതല്ല, അതുകൂടി പൊളിച്ചിട്ട് പുതിയ കല്ലിടാന്ന് പറഞ്ഞ് ഖുറൈശികളിൽപ്പെട്ട ഒരാൾ ഒരു കമ്പിപ്പാര പോലത്തെ ഒരു സാധനം എടുത്തു. എന്നിട്ട് അതിനെ ഇങ്ങനെ ഇളക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അതൊന്ന് ഇളകിയപ്പോഴത്തേക്ക് ഒരു ഭൂമി കുലുക്കം വന്നു. മൊത്തം മക്ക ഇങ്ങനെ അങ്ങനെ കിട്ടിടാ പറിച്ചു. ഒരു പച്ച നിറത്തിലുള്ള കല്ലായിരുന്നു. കാരണം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വെച്ച കല്ലായിരുന്നു. അത് മാറ്റാൻ പാടില്ല എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. മൊത്തം മക്ക ഇങ്ങനെ കിട്ടിടാ പറിച്ചു. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ തന്നെ അവർ വെച്ചു, അതിനെ പൊടിഞ്ഞു. അവർ ബാക്കി അതിൻ്റെ മേലിലേക്ക് ഇത് ഇതാക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പണിയാൻ വേണ്ടി തുടങ്ങിയപ്പം വഹബ് ബിൻ അംർ ബിൻ ആയിദ് എന്ന് പറഞ്ഞ ഒരാൾ ആദ്യം വന്ന് അയാൾ ഒരു കല്ലെടുത്ത് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കല്ല് ചാടിപ്പോയിട്ട് അതേ സ്ഥലത്ത് പോയി നിന്നു എന്നാണ്. കല്ല് മാറ്റാൻ കഴിയുന്നില്ല, അയാൾക്ക് കല്ല് തെറിച്ചു പോന്ന് കയ്യിൽ നിന്ന്. അപ്പോൾ അയാൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഈ അള്ളാഹു നമുക്കിപ്പോൾ ഒരു ചെറിയ തടസ്സം തന്നു, നമുക്കെന്തോ കല്ല് മാറ്റാനൊന്നും പറ്റുന്നില്ല. അതിനുള്ള കാരണം ലാ തുദ്ഖിലു ഫീ ബുനിയാനിഹാ മിൻ കസ്ബിക്കും ഇല്ലാ തയ്യിബൻ. ഇനി പുതിയ കല്ല് നിങ്ങൾ വെക്കുമ്പം ഇതിന് ചിലവ് ചെയ്യുന്നത് ശുദ്ധമായ നല്ല സമ്പത്തല്ലാതെ വേറൊന്നും ചിലവ് ചെയ്യാൻ പാടില്ല. ലാ യുദ്ഖലു ഫീഹാ മഹ്റു ബഗീൻ. അന്ന് വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം പോലെ, ഒരു ബിസിനസ് പോലെ നടക്കുന്ന ആ വേശ്യാവൃത്തിയിലൂടെ കിട്ടിയ ഒരു രൂപ പോലും ഇതിൽ പെടുത്താൻ പാടില്ല. വലാ ബൈഉ റിബൻ, പലിശ പാടില്ല. വലാ മദ്ലമത്തി അഹദി മിനൻ നാസ്, ജനങ്ങളിൽ നിന്നുള്ള ഒരാളെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സമ്പത്തും ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിനോട് യോജിച്ചു. ഇനി നമ്മൾ സത്യസന്ധമായി ഹലാൽ ഹറാമില്ല, എന്നാലും ആരെയും പറ്റിക്കാതെ മോശം രീതിയിലൂടെ സമ്പാദിക്കാതെ കച്ചവടം ചെയ്ത് സമ്പാദിച്ച് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്ത് മാത്രമേ ഇതിലിടൂ തീരുമാനിച്ചു. അതിനുശേഷം പണി അവർ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൊച്ചാപ്പന്മാരുടെ കൂട്ടത്തിൽ ഈ പണിയിൽ പങ്കുചേർന്നിരുന്നു. ഈ പണി അവർക്ക് ഓരോ കുടുംബത്തിനും ഓരോ ഭാഗം വീതിച്ചു കൊടുത്തു. എല്ലാവരും അവരവരുടെ ഭാഗം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെയൊക്കെ വിശദീകരണമുണ്ട്, പക്ഷേ നമ്മൾ അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലുകൾ ഇങ്ങനെ നീക്കം ചെയ്തവനിടയിലാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ റസൂലുള്ളാഹി ചുമലിൽ ഇങ്ങനെ കല്ല് വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്. വന്ന് നഗ്നത പ്രദർശിപ്പിക്കാമെന്നും പറഞ്ഞ ഒരു സംഭവമേ അല്ല. കാബയുടെ ചുറ്റും നഗ്നമായ ആളുകൾ തവാഫ് ചെയ്യുകയും നഗ്നമായി തവാഫ് ചെയ്യുമെന്ന് നേർച്ച വെച്ചിട്ട് അതിന് വലിയ എന്തോ കാര്യമായിട്ട് കാണുകയും ചെയ്തിരുന്ന കാലമാണ്. അപ്പോൾ അബ്ബാസ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? നിൻ്റെ ചുമലൊക്കെ ആകെ ബുദ്ധിമുട്ടാകുന്നുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നിന്നെ മുണ്ട് മടക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ കല്ല് വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വെക്കാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ മുണ്ടയച്ചു. കാരണം അന്നൊരു സംഭവമേ അല്ലായിരുന്നു. അത് അഴിക്കലും പെട്ടെന്ന് ഫസഖത്ത മഗ്ഷിയൻ അലൈഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് വീഴുകയും പെട്ടെന്ന് തന്നെ എൻ്റെ മുണ്ടുതാ എന്ന് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയെന്ന് മറ്റൊരു രൂപത്തിൽ കാണിക്കാം. വതമഹത് ഐനാഹു ഇലസ്സമാ, കണ്ണിങ്ങനെ മേലയിലേക്ക് വന്ന് എന്താ നമ്മളൊരു ഫിക്സ് വരാന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരിനി ഇസാരി ഫശുദ്ദഹു അലൈ, അവർ എൻ്റെ മുണ്ടുതാ എന്ന് പറയും. എല്ലാവരും പെട്ടെന്ന് ഇട്ട് പുതപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഫമാ റുഇയ ബഅദ ദാലിക ഉരിയാനൻ, അതിനുശേഷം മരണം വരെ 63-ാമത്തെ വയസ്സ് വരെ നഗ്നനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും കണ്ടിട്ടില്ലാണ്. ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സാധാരണമായി. ഇപ്പോൾ ആണുങ്ങളായാലും അല്ലേ, ഒരു വൈകുന്നേരം ആയാലും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലല്ലേ എന്ന് പറഞ്ഞിട്ട് മുട്ടിൻ്റെ മേലെയുള്ള ട്രൗസറെല്ലാം ഇടും. എന്നിട്ടോ പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പാൽ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിട്ടിട്ട് തന്നെ പോകും. നാട്ടുകാരൊക്കെ നമ്മൾ നഗ്നത കാണാം. മുട്ടുവരെയല്ല, നമ്മുടെ മുട്ടുപൊക്കളിടയിലുള്ള നിർബന്ധമായിട്ട് മറക്കണ്ടേ. ശ്രദ്ധിക്കണം, നമ്മളെ നഗ്നത വേറെ ആരും കാണരുത്. ഇപ്പോൾ എന്താ അത് വലിയൊരു കാര്യമായിട്ട് എല്ലാവരും കണക്കാക്കുക, ഒരു ട്രൗസർ ഇടുക. പുരോഗതിയുടെ ഒരു കുട്ടി പറഞ്ഞത് എന്താ ഇതിൻ്റെ ആഗ്രഹം, അതെനിക്ക് ട്രൗസർ ഇട്ട് നടക്കണം, എന്താ അതെന്തോ വലിയ സംഭവമായിട്ടാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിന് ശേഷം ഒരിക്കൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നഗ്നനായിട്ട് കാണപ്പെട്ടിട്ടില്ല എന്നോ. അപ്പം അങ്ങനെ പണിത് വന്നിട്ട് അവസാനം ഹജറുൽ അസ്വദ് വെക്കാൻ സമയമായി. എല്ലാം പണിത് റെഡിയാക്കി. ഖുറൈശികൾ പണിത കാബ ഏകദേശം 9 മീറ്റർ അല്ലേ, എത്ര മീറ്ററാണ്? 4.5 മീറ്റർ. അത് 9 ഇത് അവരൊരു 9 മുഴം കൂടി വർദ്ധിപ്പിച്ചു. അതേ അപ്പോൾ ഏകദേശം എത്രയായി? ഒരു 8.5 മീറ്റർ ഖുറൈശികൾ വർദ്ധിപ്പിച്ച്. ഖുറൈശികൾ പണിതപ്പം ബാക്കിലെ വാതിൽ അങ്ങ് പൂട്ടി. എന്നിട്ട് ഈ വാതിൽ എന്താക്കി, മുമ്പിലുള്ള വാതിൽ കുറച്ച് ഉയർത്തിക്കെട്ടി. എന്തിനാണ് അവർ ഉയർത്തിക്കെട്ടിയത്? ഒന്ന് കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല, ഇവർ ഉദ്ദേശിക്കുന്ന ഉയർന്ന ജാതിക്കാർക്ക് മാത്രം കയറണം, ബാക്കിയുള്ള ബിലാൽ മറ്റ് അടിമകളെ പോലുള്ളവർക്ക് കയറാൻ പാടില്ല. ഇവർ ഉദ്ദേശിക്കുന്നവരെ കയറ്റാനും ഉദ്ദേശിക്കുന്നവരെ കയറ്റാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവർ വാതിൽ ഉയർത്തിയത്. അപ്പോൾ ബാക്കിലെ വാതിൽ അടിച്ചു, ഉയർന്ന ഇതെന്താ ഇതിൻ്റെ ഉയരം കൂട്ടി മുകളിൽ മച്ചിട്ടു. മച്ചിടാൻ വേണ്ടിയിട്ടുള്ള മരം എവിടുന്നാണ് കിട്ടിയ? അള്ളാഹുവിൻ്റെ തർത്തീബ് നോക്കണം. ആ സമയത്ത് റോമക്കാരുടെ ഒരു കപ്പൽ അറേബ്യൻ പ്രദേശത്ത് ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു.
കറക്റ്റ് മക്കയുടെ ഏറ്റവും അടുത്ത തുറമുഖമായ ജിദ്ദയിലെത്തിയപ്പോഴത്തേക്ക് ആ കപ്പൽ തകർന്നു. ആ കപ്പൽ വേറൊരു ക്രൈസ്തവ ദേവാലയം നിർമ്മിക്കാനുള്ള സാധനങ്ങളുമായി പോകുന്നതാണെന്ന് ഇബ്നു കസീർ റഹിമുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ ബാക്കിയുള്ള ചരിത്രകാരന്മാരെ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ഖശബുണ്ടായിരുന്നു, മരത്തടികളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഅബ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് വിവരം ലഭിക്കുകയും ഇവർ പോവുകയും അതിനൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരികയും ചെയ്തു. ആ കൂട്ടത്തിൽ ഇവർക്ക് നല്ലൊരു ആശാരിയും കിട്ടി. കാരണം മരത്തിനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഇത് പടി തന്നെ മേലെ വെക്കാൻ വേണ്ടി നല്ലൊരു, അത് അള്ളാഹുവിൻ്റെ തർത്തീബ്, അള്ളാഹുവിൻ്റെ പ്ലാനിങ്. ഒഫൗക കുല്ലി തദ്ബീർ എന്ന് പറയല്ലേ, എല്ലാ തദ്ബീറുകളുടെ മുകളിൽ ആരുടെ തദ്ബീറുണ്ട്? അള്ളാഹുവിൻ്റെ തദ്ബീറുണ്ട്. അങ്ങനെ അവർക്ക് അവിടുന്ന് കുറച്ച് നല്ല മരത്തടികളും അത് പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആശാരിയും കിട്ടി. ഇവരെ മുഴുവനും കൊണ്ടുവന്നു, അവർ പണിയിപ്പിച്ചു. മുകളിൽ നല്ല രീതിയിൽ അവർ സഖഫ് പണിതു. ഹജറുൽ അസ്വദ് എടുത്തു വെക്കാനായി. ആര് ഹജറുൽ അസ്വദ് എടുത്തു വെക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര തർക്കം മൂത്തറബികളാണല്ലോ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് എന്താ വെട്ടാണ്. യുദ്ധത്തിലെത്തുന്ന അവസ്ഥ വരെ എത്തി. ഭയങ്കര തർക്കം, വാശി, പിടിവാശി, വലി എന്ന് മാത്രമല്ല, ബനൂ അബ്ദുദ്ദാർ ചാടി എഴുന്നേറ്റു. എന്നിട്ട് എന്താക്കി, അവരൊരു വലിയ പാത്രത്തിൽ മുഴുവൻ രക്തം ഇങ്ങനെ ഒഴിച്ചു വെച്ചു. അവരുടെ കൂട്ടത്തിൽ ബനു അദി എന്ന് പറഞ്ഞ ഗോത്രവും വന്നു. എന്നിട്ട് ഇവർ രക്തത്തിൽ കൈ മുക്കിയിട്ട് പ്രതിജ്ഞ എടുത്തു, മരിച്ചാലും നമ്മളിത് വിട്ടുകൊടുക്കൂല, മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ നമ്മൾ തയ്യാറാവാത്ത ചട്ടപ്പെട്ടെ. ഇതിൻ്റെ ഹൈപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്ന സംഭവം ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഓടുന്നുണ്ടാവും, എന്താ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇനി റസൂലുള്ള കടന്നു വരും, റസൂലുള്ള ഈസി ആയിട്ട്. ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ കേട്ട് വിടുന്ന, ഇങ്ങനെയല്ല കേൾക്കേണ്ടത്. നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകണം. ഈ പ്രശ്നം ഫമക്കസ ഖുറൈശുൻ അലാ ദാലിക 4 ലയാലിൻ ഔ 5, 4 അല്ലെങ്കിൽ 5 രാത്രികൾ ഈ പ്രശ്നത്തിൽ ഇവരിങ്ങനെ തമ്മിലടിച്ച് കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പെട്ടെന്ന് പ്രശ്നം ഉണ്ടായി, പെട്ടെന്ന് പരിഹരിക്കുന്ന പ്രശ്നമല്ല. ഒരു രാത്രിയിൽ അടിയായി, പിടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായി. അവരെന്നിട്ട് രാത്രി വീട്ടിൽ പോയി, വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. പിറ്റേന്ന് രാവിലെ ഭയങ്കര കുഴപ്പം, 3-ാമത്തെ ദിവസം കുഴപ്പം, എല്ലാവരും അറിയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ, ഇത് ആരെടുത്ത് വെക്കുമെന്ന്. ഭയങ്കര ട്രെൻഡിങ് ആയി, നാട്ടിൽ ടോക്ക് ഓഫ് ദ ടൗൺ ആയി, നാട്ടിൽ സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമായി. 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം ആൾക്കാർ രക്തത്തിൽ കൈ മുക്കിയിട്ട് നാളെ യുദ്ധം ചെയ്യുമെന്ന് വരെ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ അബൂ ഉമയ്യ ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമി എന്ന് പറഞ്ഞ, അന്നത്തെ കാലത്ത് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുണ്ടായിരുന്ന ഒരാൾ ഒരു സജഷൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ തമ്മിലടിച്ച് ചാവണ്ട, 4-5 ദിവസമായില്ല, നിങ്ങൾ യുദ്ധം ചെയ്യാനൊക്കെ തയ്യാറായിക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബനു ഷൈബയുടെ വാതിൽ, അങ്ങനെ ഒരു വാതിലുണ്ട്, ബനു ഷൈബയുടെ വാതിൽ, മസ്ജിദുൽ ഹറാമിലേക്കുള്ള ബാബു ബനു ഷൈബയിലൂടെ ആരാണോ ആദ്യം കടന്നു വരുന്നത് അയാളെ കൊണ്ട് നമുക്ക് എന്താക്കാം, ഈ കാര്യത്തിലൊരു ഒത്തുതീർപ്പാക്കാം. ബാബു ബനു ഷൈബ എന്ന് പറഞ്ഞാൽ ഇന്ന് മസ്ജിദുൽ ഹറാമിൽ പോയാൽ ബാബു സലാം എന്ന് പറഞ്ഞിട്ടൊരു ബാബു ആണ്, അതാണ് ആ ബാബു. അപ്പോൾ കാബേൻ്റെ അടുത്തിരുന്നിട്ട് നിങ്ങൾ ആ ബാബു സലാമിലേക്ക് ഇങ്ങനെ നോക്കണം. ഖുറൈശികൾ മുഴുവൻ അവിടെ ഉണ്ട്, പെണ്ണുങ്ങൾ മുഴുവനും കാത്തു നിൽക്കുക എന്താവും എന്നുള്ളത്. നാട്ടിലെ കുട്ടികളും ചെറുപ്പക്കാരും വയസ്സായവരൊക്കെ ഇങ്ങനെ യുദ്ധം നടക്കുമോ, അടി പൊട്ടുവോ, ചോര ചീന്തുവോ, രക്തം ചീന്തുവോ, യുദ്ധക്കളാവുമോ, കാബേൻ്റെ ഇനി തകർന്ന് വീഴുവോ എന്നൊക്കെ പേടിച്ചിരിക്കുക. ഇനി ആ വാതിലിലൂടെ ആദ്യമായിട്ട് ആരാണോ കടന്നു വരുന്നത് അയാൾ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുമെന്ന് സമൂഹത്തിൽ പ്രായം കൂടിയ ആൾ പറയും. അയാളും എന്താകുന്നില്ല, മധ്യസ്ഥനാകുന്നില്ല. ശ്രദ്ധിക്കണേ. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വാപ്പ, അദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ. ഞാൻ തീരുമാനിക്കാമെന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് പോലും തീരുമാനിച്ചാൽ നിൽക്കൂല, പിടിച്ചാൽ കിട്ടൂല. അയാൾക്ക് പോലും പിടിച്ചാൽ കിട്ടുന്നില്ല. അബൂജഹലുണ്ട്, ആരുണ്ട്, അബൂലഹബ് ഉണ്ട്, പിന്നെ ആരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂതാലിബുണ്ട്. അബൂതാലിബ് എപ്പോഴാണ് മരണപ്പെടുന്നത്? നുബുവത്ത് കിട്ടിയിട്ട് 10-ാമത്തെ വർഷം. അബൂതാലിബ് അടക്കമുണ്ട്, ഖുറൈശികളുടെ നേതാവ്. ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഇവരൊരാൾ പിടിച്ചിട്ടും ഈ പിടിവാശി നിൽക്കുന്നില്ല. അപ്പോഴാണ് ഒരാൾ, ഇങ്ങനെ നിങ്ങൾ ചരിത്രത്തെ വായിക്കണം, ഇങ്ങനെ ചരിത്രത്തെ കാണണം. അങ്ങനെ കാണുമ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹബത്ത്, ആ മഹാനവറുകളുടെ മഹത്വം നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇവരെ കാത്തിരിക്കുന്ന സമയത്താണ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു രൂപ ഇങ്ങനെ പതുക്കാവാതിലൂടെ ഇങ്ങനെ കടന്നു. എല്ലാവരും ഇങ്ങനെ നോക്കാം, ആരാ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരാളിങ്ങനെ കാണുന്നു, അതങ്ങനെ തന്നെയല്ലേ നടന്നത്, അങ്ങനെ തന്നെയാണ് നടന്നത്. നമ്മൾ ഈ സിനിമയും സീരിയലും ഒന്നും കാണേണ്ട ഒരാവശ്യമില്ല. റിയൽ ലൈഫ് സ്റ്റോറിയിൽ മാസ് കാണിച്ചു തന്ന ഒരുപാട് മഹാരഥന്മാർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. ആ ഒരു എൻട്രി സീൻ, അതങ്ങനെയല്ല നമ്മൾ പറയാം, എൻട്രി സീൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ വാതിലിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന ആ ഒരു എൻട്രി അല്ലേ, എത്രമാത്രം രോമാഞ്ചം ഉണ്ടാക്കുന്നതാ. മുഴുവൻ മക്കത്തെ ആളുകളും കാത്തിരിക്കുക, അടി പൊട്ടോ ഇല്ലേന്ന്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. ആൾക്കാർക്ക് നോക്കും, ആരാ വരുന്നത്? സൂര്യനെ പോലെ ജ്വലിക്കുന്ന മുഖമുള്ള, ചന്ദ്രൻ്റെ സമാധാനമുള്ള, അല്ലേ, ചന്ദ്രൻ്റെ ആ ഒരു അതാ, എനിക്ക് സാഹിത്യം അറിയാത്തതുകൊണ്ട് ചന്ദ്രൻ്റെ ആ ഒരു രണ്ടും ഉണ്ട് ജമാൽ, ചന്ദ്രൻ്റെ
കമാലിയത്തുകൊണ്ട് സൂര്യൻ്റെ ജലാലിയത്തുകൊണ്ട് ഖമറിൻ്റെ ജമാലിയത്തുണ്ട്. അത് രണ്ട് യോജിച്ചായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമെന്ന്. അങ്ങനെ തേജസുറ്റ മുഖവുമായിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതോടുകൂടി എല്ലാവരും ഹാദൽ അമീനു റളീന, ഹാദൽ അമീനു റളീന, ഹാദാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും രോമാഞ്ചം വരുന്നില്ലേ? മുഴുവൻ ആളുകളും ഇപ്പറഞ്ഞ ഏറ്റവും വയസ്സായ ആൾ അബൂ താലിബ്, എല്ലാ അബൂ ജഹൽ, അബൂ ലഹബ്, അബൂ സുഫിയാൻ, മുഴുവൻ ഉമർ ഇബ്നു ഖത്താബ്, അബൂബക്കർ, മുഴുവൻ ആളുകളും പറഞ്ഞു ഹാദൽ അമീനു ഖദ് റളീന. ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഉണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹു, വലീദ് ഇബ്നു മുഗീറയുണ്ട്, ഉത്ബയുണ്ട്, ഷൈബുണ്ട്, എല്ലാം ഹാദൽ അമീനു ഖദ് റളീന. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം വന്നില്ല. ഈഗോ ഉള്ളവരല്ലേ ഇവർ? എല്ലാവരും നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. അഹങ്കാരമുള്ളവരല്ലേ ഇവർ? വാശിയുള്ളവരല്ലേ ഇവർ? വെറുതെ കുത്തിത്തിരിപ്പാക്കുന്ന കുറേ എണ്ണന്മാരില്ലേ? ഒന്നാൽ പോലും ഒരാൾക്കും ഒരു എതിർപ്പുമില്ല. ഹാദൽ അമീനു ഖദ് റളീന ഹാദാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചോദിച്ചു. എന്നിട്ടോ നമുക്കിതൊക്കെ സംഭവം അറിയുന്നതുകൊണ്ട് നമ്മൾ എളുപ്പത്തിൽ പറയും. റസൂലുള്ളാഹി വന്ന് മിനിറ്റുകൾ കൊണ്ട് അത് പരിഹരിച്ചു. ഒരു യുദ്ധവും വന്നില്ല, ഒരു രക്തവും ചെയ്തില്ല, ഒരു മുക്കലും വേണ്ടി വന്നില്ല. മിനിറ്റുകൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഹരിച്ചു. നമ്മളെപ്പോഴും നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമായാലും യൂസുഫ് നബിയുടെ ചരിത്രമായാലും ക്ലൈമാക്സ് അറിഞ്ഞു കാണുന്ന കഥകളാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് ആവേശം വരാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് എന്താ ചെയ്തത്? പ്രശ്നങ്ങൾ കേട്ടു. ഓ അതാ പ്രശ്നം, എന്ത് വലിയ സംഭവമാക്കേണ്ടത്? ഒരു തുണി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഒരു തുണി കൊണ്ടുവന്നു. അതിലേക്ക് ആ കല്ലെടുത്ത് വെപ്പിച്ചു. എന്നിട്ട് എല്ലാ ഗോത്രത്തിൻ്റെ നേതാക്കളെ കൊണ്ട് ഓരോ മൂലക്ക് പിടിപ്പിച്ചു. എല്ലാവരും അത് പൊക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. പൊക്കിയിട്ട് ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നു. ആ ഹജറുൽ അസ്വദിൻ്റെ അടുത്തെത്തിയപ്പോൾ ശരിക്കും ആരാ വെച്ചത്? എല്ലാ ഗോത്രക്കാരുവാ? അല്ല, നബിതങ്ങൾ സ്വന്തം കൈകൊണ്ട് അതെടുത്ത് ആ ഹജറുൽ അസ്വദ്. ഒറ്റ കുട്ടി പറഞ്ഞു, ഹാഷിമി ഗോത്രക്കാരനായ ഇവൻ മാത്രം എങ്ങനെ വെക്കരുതെന്ന് ഒറ്റ കുട്ടി ചോദിച്ചു. ഒരു കുട്ടി കമ്മ എന്നൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതാ ചോദിച്ചു, ഇതിലും വലിയ മാസം വേറെ എന്താ കാണിക്കാനുള്ളത്? ഒരു കുട്ടി ചോദിച്ചില്ല. ഇവൻ ഹാഷിമി അല്ലേ, ഇവൻ മുത്തലിബി അല്ലേ എന്നൊന്നും ചോദിച്ചില്ല. ഹാഷിമിയായ ഇവന് ബാക്കിയുള്ള കുടുംബക്കാർക്ക് കൊടുക്കാത്ത അവകാശം ഇവർക്ക് എങ്ങനെ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്കിടയിൽ വെറും ഒരു ഹാഷിമി ആയിരുന്നില്ല, മറിച്ച് മുഴുവൻ മക്കക്കാരുടെയും എല്ലാമായിരുന്നു. അമീൻ, അൽ അമീൻ. ആ അൽ അമീനാണ് ഇനിയൊരു 5 വർഷം കഴിഞ്ഞാൽ എല്ലാവിധ പീഡനങ്ങളും സഹിക്കാൻ വേണ്ടി പോകുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ല് അവിടെ എടുത്തു വെച്ചു. നബിതങ്ങളുടെ ഈ ഒരു ബുദ്ധിപരമായ തീരുമാനത്തോടു കൂടി ആ ഒരു വലിയ പ്രശ്നം അവസാനിച്ചു. അതിനുശേഷം ഇവരിങ്ങനെ പണിത് വന്ന് നോക്കുമ്പം നല്ല പൈസ കൊണ്ട് കാബയുടെ പണി ഫുള്ളായിട്ട് തീർക്കാൻ കഴിയുന്നില്ല. കാബ ശരിക്കും ചതുരത്തിലല്ല, അതറിയോ? ഇബ്രാഹിം നബി പണിത കാബ ചതുരത്തിലാണോ? അല്ല. ഇന്ന് ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഭാഗം ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ഹിജർ ഇസ്മായിൽ ഉണ്ട്. ആ ഹിജർ ഇസ്മായിൽ കൂടി ചേർന്നതായിരുന്നു കാബ. അപ്പോൾ ഇങ്ങനെ ഒരു 5 മൂലുള്ള അങ്ങനെ വളഞ്ഞിട്ടുള്ളതായിരുന്നു കാബ. വേണമെങ്കിൽ നമുക്ക് കാണിക്കാം ഫോണിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു രൂപത്തിലുള്ളതായിരുന്നു കാബ, ഹിജർ ഇസ്മായിൽ കൂടി കൂടിയിട്ട്. പക്ഷേ ഇന്നത്തെ രീതിയിൽ കാബ പണിതപ്പോഴത്തേക്ക് ബാക്കി പണിയാൻ വേണ്ടിയുള്ള പൈസ ആരെടുത്തില്ല? ഖുറൈശികളുടെ അടുക്കലില്ല. പൈസ ഇല്ലാത്തതാണോ? പൈസ ഉണ്ട്, പക്ഷേ ഹലാലായ പൈസയില്ല. ഹലാലായ പൈസയില്ല. ഭയങ്കരമായിട്ടോ. ഖുറൈശികൾ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത 350 വിഗ്രഹങ്ങളെ കാബക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്ന അവർക്ക് അറിയാമായിരുന്നു അള്ളാഹുവിൻ്റെ ഈ ബൈത്തിൽ വീട്ടിൽ ഹറാമായ പൈസ കയറ്റാൻ പാടില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ എത്ര ഹറാമ ഒരു മടിയില്ല. ഞാൻ ലോൺ എടുക്കാപ്പോൾ വീടൊക്കെ വെക്കാൻ തുടങ്ങിയല്ലോ, എന്താ നീ പൈസ കണ്ടില്ല, അതെന്തിനാ ഒരു ലോൺ എടുക്കാൻ എന്നിട്ട് മെല്ലെ അടച്ച്. എത്ര സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അയാളുടെ കയ്യിൽ നിന്ന് കല്ല് ചാടിപ്പോയി എന്നല്ല പറഞ്ഞത്. അപ്പോഴാണ് അയാൾ തീരുമാനം എടുക്കുന്നത്. നമ്മളെ കയ്യിൽ നിന്ന് കല്ല് ചാടിപ്പോകുന്നില്ല, കാരണം അതൊന്നും താങ്ങാനുള്ള ശക്തി നമുക്കില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ പലതും ചാടിപ്പോകുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. നമ്മൾ പലിശയ്ക്ക് വീടെടുക്കും, എന്നിട്ട് അവിടെ ഹറാമായ രീതിയിൽ നമ്മൾ അതിങ്ങനെ വളർത്തും. കുറച്ചാൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പരാതി, ഉസ്താദ് ഒന്ന് മന്ത്രിക്കും, എന്താ സമാധാനം ഇല്ല. എങ്ങനെ സമാധാനം ഉണ്ടാവുക? ഉസ്താദ് ഒന്ന് വരും, എന്താ എൻ്റെ മോളൊന്ന് ഉപദേശിക്കണം, മോള് വേറൊരുത്തനെ പോലെ ചാടിപ്പോയി. പ്രശ്നങ്ങളായിരിക്കും, കുഴപ്പങ്ങളായിരിക്കും. എപ്പോഴേ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റൂ? കുറച്ച് കഷ്ടപ്പെട്ടാൽ ചെറിയ കൂരയാണെങ്കിലും ഹലാൽ കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി ഹലാൽ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഹറാം ഒഴിവാക്കിയാൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ആ സമ്പത്ത് കൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും, നമുക്ക് വീടുണ്ടാക്കി തരും. എത്രയോ അനുഭവങ്ങളുണ്ട്. പരീക്ഷ ആയതുകൊണ്ട് മാറ്റിവെച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഇരട്ടിയായിട്ട് പ്രതിഫലം കൊടുത്തതിൻ്റെ എത്രയോ അനുഭവങ്ങൾ, ആയിരക്കണക്കിന് 100 കണക്കിന് അനുഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ വിശാൽ ഇപ്പോഴേ നിങ്ങളുടെയൊക്കെ ചെറിയ പ്രായം ഇപ്പോഴേ തീരുമാനിക്കണം. പലിശയുമായി ഒരു ബന്ധവുമില്ല. എന്നല്ല, ഹറാമായ ഒരു ചെറിയ മുതൽ പോലും എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ വയറ്റിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചുകൂടെ ഉറപ്പായിട്ടും. അങ്ങനെ അവരുടെ കയ്യിൽ ഹലാലായ പൈസ ഇല്ല. ഈ കുറച്ച് ഭാഗം ഇനി പണിയാൻ വേണ്ടി ബാക്കിയുണ്ട്. എന്ത് ചെയ്യും?
അവർ കുറേ ആലോചിച്ചു. അവസാനം എന്ത് തീരുമാനിച്ചു? വേണ്ട, പണിയണ്ട. അങ്ങനെ നമ്മളും തീരുമാനിക്കണം, വേണ്ട, എനിക്ക് അത്രയും വലിയ വീട് വേണ്ട, മേലെ 2 റൂം എടുത്തില്ലെങ്കിലും സാരമില്ല, ഞാനും എൻ്റെ മക്കളും ഭാര്യയൊക്കെ ഈ ഒരു റൂമിൽ അങ്ങ് ഒരുമിച്ചു എന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് കാബ ചതുരത്തിലായത്, ഹിജ്ർ ഇസ്മായിൽ പുറത്തായത്. അങ്ങനെ അവർ കാബയുടെ പണി പൂർത്തിയാക്കി. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാബയ്ക്ക് പിന്നെ ഇന്നത്തെ ഈ രീതിയിൽ കാബ ആകുന്നത് വരെ പിന്നീട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, പിന്നീട് രണ്ടാമത് അത് പൊളിക്കുന്നുണ്ട്, വീണ്ടും പണ്ട് ഇബ്രാഹിം നബിയുടെ കാലത്തുള്ളതുപോലെ പണിയുന്നുണ്ട്, വീണ്ടും അതിനെ പൊളിക്കുന്നുണ്ട്, പിന്നീട് ഖുറൈശികൾ പണിതതുപോലെ വീണ്ടും പണിയുന്നത്, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് നമുക്ക് തൽക്കാലം ഇത്രയും കൊണ്ട് നിർത്താം അല്ലേ. വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.